പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ മൂന്നാളുടെ കയ്യിൽ നിന്നൊന്നും കിട്ടിയില്ല. പക്ഷെ നാലാമന്റെ കയ്യിൽ നിന്ന് മൊബൈലിന്റെ കവറിന്റെ ഉള്ളിൽ ഒരു സ്റ്റാമ്പ്, ഈ ലഹരിയായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്റ്റാമ്പ്, ഒരെണ്ണം. 20 വർഷം ശിക്ഷയും 2 ലക്ഷം രൂപ പിഴയുമുള്ള കുറ്റത്തിന് ആ ഡോക്ടറെ ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്യേണ്ടി വന്നു. ഒരാളല്ല, 3-4 പേര് എഴുന്നേറ്റ് ചോദിച്ചു, സാറേ ഞാനാണ് മയക്കുമരുന്ന് കടന്ന് ശിക്ഷിച്ചിപ്പോ ഈ ജയിലിൽ കിടക്കുന്നത്, എന്റെ ഭാര്യയുടെ പേരിലുള്ള വീട് ജപ്തി ചെയ്യാൻ ഇപ്പൊ കോടതിയിൽ നിന്ന് നോട്ടീസ് വന്നിരിക്കുന്നു. എന്റെ ഭാര്യ ഈ കേസിൽ ഒരു തെറ്റും ചെയ്തില്ലല്ലോ സാറേ, എന്തിനാണ് എന്റെ വീട് ജപ്തി ചെയ്യുന്നത് എന്ന് ഒരു ചോദ്യം കഴിഞ്ഞ മാസം ഞാൻ അവിടെ ക്ലാസ് എടുക്കാൻ പോയപ്പോ ഒരു പ്രതി കരഞ്ഞുകൊണ്ട് എന്നോട് ചോദിച്ചു. കേരളത്തിൽ എവിടെയെങ്കിലും എക്സൈസോ പോലീസോ ലഹരി സംബന്ധമായ വലിയ വലിയ കേസുകളാണ് കണ്ടുപിടിക്കപ്പെടുന്നതെങ്കിൽ പരാതി പറയുന്ന ആൾക്ക് കേരള സർക്കാർ 2 ലക്ഷം രൂപ വരെ പാരിതോഷികം നൽകുന്നുണ്ട്. നോക്കിയപ്പോ തന്നെ കഞ്ചാവിന്റെ രൂക്ഷഗന്ധം ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. നോക്കിയപ്പോ ഈ പ്ലൈവുഡ് കൊണ്ട് രഹസ്യ അറയുണ്ടാക്കി ബോൾട്ട് മുട്ട് മുറുക്കി 320 പാക്കറ്റില് 761 കിലോ മയക്കുമരുന്ന് ഒളിപ്പിച്ചിരിക്കുക. ഞങ്ങളെ ഞെട്ടിത്തെരിച്ചു പോയി. കാരണം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ മയക്കുമരുന്ന് കാണുന്നത്. കേരളം ലഹരിക്ക് നടുവിലാണ്. ചുറ്റും ലഹരിയാണ്. വീട്ടിൽ ലഹരി, അയൽ വീട്ടിൽ ലഹരി, ബന്ധുവീട്ടിൽ ലഹരി. എന്തിനേറെ പറയുന്നു, 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും +1-നും +2-നും പഠിക്കുന്ന ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും പോക്കറ്റിലും ബാഗിലും ലഹരി എത്തി നിൽക്കുന്ന, ഭീതിപ്പെടുത്തുന്ന ഒരു ചുറ്റുപാടിലാണ് ഇപ്പോ നമ്മുടെ സമൂഹം ജീവിക്കുന്നത്. ഈ ലഹരിക്കെതിരെ പോരാടുന്നതിന് വേണ്ടി കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണയോടുകൂടി ലഹരിക്കെതിരെ ഒരു യുദ്ധം, ഒരു യജ്ഞം ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ വേളയിലാണ് പാവറട്ടി സാന്ത്വന സ്പർശം പാലിയേറ്റീവ് കെയർ ലഹരിമുക്ത പഞ്ചായത്ത് എന്നൊരു മഹത്തായ ആശയവുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. ആ മഹത്തായ ആശയത്തെ പിന്താങ്ങുന്ന ഈ സാന്ത്വനം പാലിയേറ്റീവ് കെയറിന്റെ മുഴുവൻ ഭാരവാഹികളെയും ഗവൺമെന്റിന് വേണ്ടി, എക്സൈസ് വകുപ്പിന് വേണ്ടി ഞാൻ ആദ്യമേ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. ഗവൺമെന്റിന്റെ ലഹരിക്കെതിരെയുള്ള 1ാം ഘട്ട പ്രചരണം തുടങ്ങിയത് ഗാന്ധി ജയന്തി ദിനത്തിലാണ്. ഒരു ഒക്ടോബർ 2-നാണ് കേരള ഗവൺമെന്റ് ലഹരിക്കെതിരെയുള്ള ഒരു യുദ്ധം പ്രഖ്യാപിച്ചത്, ഒരു യജ്ഞം പ്രഖ്യാപിച്ചത്. ഗാന്ധി ജയന്തി ദിനം തിരഞ്ഞെടുക്കുവാൻ കാരണം ഈ ലഹരിക്കെതിരെ അതിശക്തമായ ശബ്ദമുയർത്തിയ ആദ്യകാല ദേശീയ നേതാവ് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയാണ്. അദ്ദേഹം ഒരിക്കൽ ലഹരി സംബന്ധമായ ഒരു വിഷയത്തിൽ പറഞ്ഞത്, ഒരു ദിവസത്തേക്ക്, ഒരു 24 മണിക്കൂർ നേരത്തേക്ക് ഞാൻ ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ ആയാൽ ഞാൻ ആദ്യം ചെയ്യുക ലഹരി ഉണ്ടാക്കുന്ന, സൂക്ഷിക്കുന്ന, വിൽക്കുന്ന മുഴുവൻ കടകളും അടച്ചിടാനുള്ള ഉത്തരവിലായിരിക്കും ഞാൻ ആദ്യം ഒപ്പുവയ്ക്കുക എന്ന് ഗാന്ധിജി ഇത് സംബന്ധമായ ഒരു വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഗാന്ധിജി പ്രധാനമന്ത്രി ആയില്ല, പ്രസിഡന്റ് ആയില്ല. ഗാന്ധിജി അതിന് ഉദാഹരണമായിട്ട് പറഞ്ഞത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ യാദവ വംശമാണ് ഉദാഹരണമായിട്ട് ഗാന്ധിജി എടുത്തു കാണിച്ചത്. ശ്രീകൃഷ്ണന്റെ യാദവ വംശത്തിലെ ആളുകൾ ലഹരിക്കടിമയായി പരസ്പരം ശ്രീകൃഷ്ണന്റെ മുമ്പിൽ വെട്ടി നശിക്കുന്ന ചിത്രം പുരാണങ്ങളിൽ യാദവ കുലത്തെക്കുറിച്ച് പറയപ്പെടുന്നുണ്ട്. ഗാന്ധിജി പറയുകയാണ്, ദൈവം തന്നെ ഒരു കുലത്തിൽ മനുഷ്യനായി ജനിച്ചിട്ട് ഒരു ലഹരിക്കടിമപ്പെട്ട ഒരു ജനതയെ രക്ഷിക്കാൻ പറ്റിയില്ല. ലഹരി ഉപയോഗിച്ചാൽ ആദ്യം ആ വ്യക്തി നശിക്കും, പിന്നെ അവന്റെ കുടുംബം നശിക്കും, അവസാനം സമൂഹം തന്നെ നശിക്കുമെന്ന് ഗാന്ധിജി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആ ഒരു സ്ഥിതിവിശേഷത്തിലാണ് നമ്മുടെ കേരളം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പലതരം ലഹരി സംബന്ധമായിട്ടുള്ള കേസുകൾ ദിനം പ്രതി കേരളത്തിൽ എടുത്തുകൊണ്ടിരിക്കുന്നു. എക്സൈസും പോലീസും അതിശക്തമായിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. എന്നിട്ടും അതിന്റെ വരവ്, ഉപയോഗം, വിൽപ്പന, ഉണ്ടാക്കൽ എന്നിവ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ 3 മാസം കൊണ്ട്, ഇന്നിപ്പോ സ്കൂൾ തുറന്നിട്ട് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് 90 ദിവസമേ ആയിട്ടുള്ളൂ. ഈ 90 ദിവസത്തിനുള്ളിൽ ഈ കൊച്ചു കേരളത്തില് ഏകദേശം 88 വിദ്യാർത്ഥികൾ, കേരളത്തിലെ 14 ജില്ലകളിൽ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന 88 വിദ്യാർത്ഥികൾ ഇത്തരം ലഹരി വസ്തുക്കൾ കൈവശം വെച്ചതിനും സൂക്ഷിച്ചതിനും കടത്തിയതിനും വിറ്റതിനും ഇന്ന് കേരളത്തിന്റെ വിവിധ ജയിലുകളിൽ ജയിൽ ശിക്ഷ കാത്തു കിടക്കുകയാണ്. നിർഭാഗ്യമെന്ന് പറയട്ടെ, ആ കൂട്ടത്തിൽ പെൺകുട്ടികൾ വരെയുണ്ട്. ഇത്തരം ആളുകളെ അറസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ
ഞങ്ങൾ അവരോട് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സമയത്ത്, മൊഴിയെടുക്കുന്ന സമയത്ത് ഈ കുട്ടികളോട്, ഈ വിദ്യാർത്ഥികളോട് ഞങ്ങൾ പലപ്പോഴും ഈ കേസുമായി ബന്ധപ്പെട്ട അതിന്റെ നിയമവശങ്ങളും ശിക്ഷകളും നടപടിക്രമങ്ങളും മറ്റും പറയുമ്പോൾ ഈ കുട്ടികൾക്ക് ഈ നിയമത്തെക്കുറിച്ചോ ശിക്ഷകളെക്കുറിച്ചോ നടപടിക്രമങ്ങളെക്കുറിച്ചോ ABCD അറിയുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം. കഴിഞ്ഞ മാസം ഞങ്ങള് വിയ്യൂര് സെൻട്രൽ ജയിലിൽ 1200-ലധികം പ്രതികളുള്ള ഒരു ജയിലാണ്. അവിടെ ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം പ്രതികൾക്ക്, മയക്കുമരുന്ന് കേസിൽപ്പെട്ട പ്രതികൾക്ക് ക്ലാസ് എടുക്കുവാനായിട്ട് പോയി. അവരോട് ഞങ്ങൾ ഇത് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവർക്കും ഈ ശിക്ഷകളെക്കുറിച്ചോ നടപടിക്രമങ്ങളെക്കുറിച്ചോ നിയമത്തെക്കുറിച്ചോ ABCD അറിയുന്നില്ല. അതുകൊണ്ട് സർക്കാർ ഇപ്പോൾ ഒരു പുതിയ നിർദ്ദേശം വെച്ചിരിക്കുകയാണ്. എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും രക്ഷിതാക്കളോടും ക്ലബുകളിലും ഇതുപോലുള്ള സാന്ത്വന സ്പർശം പോലുള്ള പാലിയേറ്റീവ് കെയറിലും മുഴുവൻ നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള ലഹരി നിയമങ്ങളെക്കുറിച്ച്, മയക്കുമരുന്ന് നിയമങ്ങളെക്കുറിച്ച് പറയണമെന്ന് ഒരു നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ തൃശ്ശൂർ ജില്ലയിലെ വിവിധ കോളേജുകളിലും സ്കൂളുകളിലും റെസിഡൻസ് അസോസിയേഷനുകളിലും ക്ലബുകളിലും വ്യാപകമായിട്ട് ഞങ്ങൾ ഈ നിയമ അവബോധന ക്ലാസുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പാവറട്ടിയിൽ നിന്ന് സാന്ത്വനം സ്പർശം പാലിയേറ്റീവ് കെയർ സെന്റർ ഇങ്ങനെ ഒരു മഹത്തായ പരിപാടി നടത്തുന്നുണ്ട്, ഇവിടെ എത്തണമെന്ന് ഹരീഷ് ജി പലതവണ എന്നെ വിളിച്ചിരുന്നു. ഞാൻ പല തിരക്കുകൾ ഉള്ളതുകൊണ്ട് പലപ്പോഴും അദ്ദേഹത്തിന്റെ ഫോൺ എടുക്കാൻ പോലും പറ്റിയിട്ടില്ല. കാരണം എനിക്ക് പറഞ്ഞ് ഒരേ സമയം പല പരിപാടികൾ വരുന്നതുകൊണ്ട് എനിക്ക് ഈ പാവറട്ടിയിൽ കൃത്യസമയത്ത് എത്താൻ പറ്റുമോ എന്നുള്ള ഭയം കൊണ്ട് ഞാൻ പലപ്പോഴും ജോസഫിനോടും സന്നിയോടും ലത്തീഫിനോടെല്ലാം ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി പറയുകയായിരുന്നു. എന്നാലും എനിക്കിന്ന് ഇവിടെ എത്തിപ്പെടാൻ പറ്റി. അപ്പൊ ഞാൻ ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള മയക്കുമരുന്ന് നിരോധന നിയമങ്ങളും അതിന്റെ ശിക്ഷകളും അതിന്റെ നടപടിക്രമങ്ങളെ കുറിച്ചുമാണ്. ഇത് പലർക്കും അറിയുന്നില്ല. നിർബന്ധമായും ഇന്നത്തെ എല്ലാ രക്ഷിതാക്കളും അറിയേണ്ട ഒരു വിഷയമായിട്ടിത് മാറിയിരിക്കുകയാണ്. കാരണം കേരളത്തിലെ 13 വയസ്സ് മുതൽ ലഹരിയുടെ ഉപയോഗം കുട്ടികളിൽ കാണുന്നു, വിദ്യാർത്ഥികളിൽ കാണുന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പലരും പറയാറുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ നിയമങ്ങൾ പോരാ, ശിക്ഷ പോരാ, നടപടിക്രമങ്ങളെല്ലാം വളരെ ലൂസാണ്. അറേബ്യൻ രാജ്യങ്ങളെ പോലെ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകളുടെ കൈ വെട്ടണം, കാല് വെട്ടണം. ഇപ്പൊ ഈ അടുത്ത കാലത്ത് 2 മാസം മുമ്പ് സിംഗപ്പൂർ എന്നൊരു രാജ്യത്ത് 1.5 കിലോ കഞ്ചാവ് എന്ന മയക്കുമരുന്ന് കൈവശം വെച്ച ഒരു തമിഴ്നാട്ട് സ്വദേശിയായ 21 വയസ്സുകാരനെ സിംഗപ്പൂർ ഗവൺമെന്റ് തൂക്കിക്കൊന്നു. ഇന്ത്യ ഗവൺമെന്റ് പലതവണ ആവശ്യപ്പെട്ടു ആ ശിക്ഷ ഇളവ് നൽകുവാനായിട്ട്. പക്ഷെ സിംഗപ്പൂർ ഗവൺമെന്റ് അത് ചെവി കൊണ്ടില്ല. മയക്കുമരുന്ന് കൈവശം വെച്ചാൽ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ വധശിക്ഷയാണ് സിംഗപ്പൂരിൽ. അളവൊന്നും പ്രശ്നമേ ഇല്ല. ചെറിയ അളവിനും വലിയ അളവിനും എല്ലാം വധശിക്ഷ നടപ്പിലാക്കുന്ന ഒരു അപൂർവ രാജ്യങ്ങളിൽ ഒന്നാണ് സിംഗപ്പൂർ. അതുകൊണ്ട് അവിടെ കുറ്റകൃത്യങ്ങൾ കുറവാണ്. അപ്പൊ അതുപോലെ കുറ്റകൃത്യങ്ങള്, ശിക്ഷ കൂടിയാൽ കുറ്റകൃത്യങ്ങൾ കുറയും എന്ന് പലരും ഞങ്ങളോട് പറയാറുണ്ട്. അപ്പൊ ഈ നിയമം, നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള ലഹരി നിയമം അല്ലെങ്കിൽ മയക്കുമരുന്ന് നിരോധന നിയമം എന്ന് പറയുന്നത് ഇന്ത്യൻ പാർലമെന്റിൽ 1985 പാസാക്കിയെടുത്ത ഒരു നിയമമാണ്. ഈ നിയമത്തിന്റെ ഒരു പ്രത്യേകത, ഹോൾ ഇന്ത്യ ഇതിന്റെ ശിക്ഷയും നടപടിക്രമങ്ങളും എല്ലാം ഒരേപോലെയാണ്. ഇപ്പൊ കാശ്മീരിൽ ഒരാള് മയക്കുമരുന്ന് പിടിച്ചാലും, ഇപ്പൊ ഗുരുവായൂര് പാവറട്ടിയിൽ മയക്കുമരുന്ന് പിടിച്ചാലും ശിക്ഷ സെയിം ആണ്. അപ്പൊ ഈ നിയമത്തിന്റെ ഒരു പ്രത്യേകത, ഇന്ത്യൻ പാർലമെന്റിൽ 1985 പാസാക്കിയെടുത്ത ഈ നിയമമാണ്. ഇതിലെന്തെങ്കിലും ഭേദഗതികൾ വരുത്താനോ മാറ്റം വരുത്തുവാനോ ഇന്ത്യൻ പാർലമെന്റിന് അധികാരമുള്ളൂ. ഹോൾ ഇന്ത്യ ഒരേ ശിക്ഷയും ഒരേ നടപടിക്രമവുമാണ് ഇത് പ്രദാനം ചെയ്യുന്നത്. ഇതിന്റെ വേറൊരു പ്രത്യേകത, ഈ നിയമത്തില് മയക്കുമരുന്നിന്റെ അളവ് കൂടുന്തോറും ശിക്ഷ കൂടും എന്നുള്ളതാണ്. അതാണ് ഈ നിയമത്തിന്റെ ഒരു പോരായ്മയായിട്ട് പല സ്റ്റേറ്റ് ഗവൺമെന്റുകളും കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നതും ആ പോരായ്മ മാറ്റണം എന്നുള്ളതാണ്. ചെറിയ അളവിന് ചെറിയ ശിക്ഷയും വലിയ അളവിന് വലിയ ശിക്ഷയുമാണ് ഈ നിയമത്തില് പറഞ്ഞിരിക്കുന്നത്. ചെറിയ അളവ് എന്ന് പറയുമ്പോൾ ഇന്നിപ്പോ കേരളം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭീകരമായ ലഹരി വസ്തു എന്ന് പറയുന്നത് MDMA എന്ന് പറയുന്ന ഒരു സിന്തറ്റിക് ഡ്രഗാണ്. 1/2 ഗ്രാമിൽ പകുതി ഉപയോഗിച്ചു കഴിഞ്ഞാൽ 24-48 മണിക്കൂർ വരെ ഒരു ഡാൻസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ക്ഷീണമില്ലാതെ ഡാൻസ് ചെയ്യാനും പ്രവർത്തിക്കാനും കഴിയുമെന്നാണ് അത് ഉപയോഗിച്ച പല കുട്ടികളും ഞങ്ങൾക്ക് മൊഴി നൽകിയിട്ടുള്ളത്. അപ്പൊ അതിന്റെ പുറകിലാണ് ഇന്ന് കേരളത്തിന്റെ നല്ലൊരു ശതമാനം വിദ്യാർത്ഥികളും യുവാക്കളും. ഏറ്റവും കൂടുതൽ പിടിക്കപ്പെടുന്ന ഒരു മയക്കുമരുന്നും ഈ MDMA ആണ്. ഈ MDMA എന്ന മാരകമായ ഈ മയക്കുമരുന്ന് 1/2 ഗ്രാമിൽ കൂടിയാൽ
ഈ നിയമപ്രകാരം ശിക്ഷ 10 വർഷവും 1 ലക്ഷം രൂപയാണ്. 1/2 ഗ്രാം, നിങ്ങൾ ആലോചിച്ച് നോക്കണം എത്ര മൈന്യൂട്ടായിരിക്കുമെന്ന്. ഞങ്ങൾ ഈ 1/2 ഗ്രാമും 1 ഗ്രാം എല്ലാം പിടിച്ച് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുന്ന സമയത്ത് ഇതേപോലെ ജനലും വാതിലും ഫാനൊക്കെ ഓഫ് ചെയ്തിട്ടാണ് ഇത് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഈ തൊണ്ടി സാധനം ഹാജരാക്കുക. കാരണം 1/2 ഗ്രാം 1 ഗ്രാം എന്ന് പറയുന്നത് സാധനം കാറ്റത്ത് ഫാനില് ചിലപ്പോ പറന്നു പോകാൻ സാധ്യതയുണ്ട്. പിന്നെ തൊണ്ടി ഉണ്ടാവില്ല, പിന്നെ പ്രതി ഞങ്ങളാവും. ആ രീതിയിൽ ഈ സാധനങ്ങൾ ഹാജരാക്കുമ്പോൾ അത്ര കെയർ കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഇതവിടെ ഹാജരാക്കുക. അപ്പോ 1/2 ഗ്രാമിൽ കൂടിയാൽ 10 വർഷം ശിക്ഷയും 1 ലക്ഷം രൂപ പിഴയുമാണ്. 10 ഗ്രാമിൽ കൂടിയാൽ 20 വർഷം ശിക്ഷയും 2 ലക്ഷം രൂപ പിഴയുമാണ്. ഈ MDMA എന്ന് പറയുന്ന മാരകമായ മയക്കുമരുന്ന് 1/2 ഗ്രാമിൽ കൂടിയാൽ 10 വർഷമാണ് ശിക്ഷ. 10 ഗ്രാമിൽ കൂടിയാൽ 20 വർഷം വരെ ശിക്ഷ കിട്ടുന്ന കുറ്റമായിട്ടാണ് നിയമത്തിൽ ഇത് പറയുന്നത്. അതുപോലെ തന്നെ എല്ലാ മയക്കുമരുന്നിനും ഒരു അളവ് പറഞ്ഞിട്ടുണ്ട്. കഞ്ചാവിന് LSD എന്ന് പറയുന്ന ലൈസർജിക് ആസിഡ് ഡൈ തലാമൈഡ് എന്ന് പറയുന്ന ഒരു സ്റ്റാമ്പ് ഇന്ന് വിദ്യാർത്ഥികൾ നാക്കിന്റെ എടിയിൽ വെച്ച് അതിന്റെ ലഹരി നുണയുന്ന ഒരു പുതിയ രീതി ഇന്ന് കേരളത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പല രക്ഷിതാക്കൾക്കും ഇത് അറിയില്ല. മകനോ മകളോ സ്റ്റാമ്പ് ശേഖരം നടത്തുന്നു എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ പല കുടുംബങ്ങളിലും ഉള്ളതായിട്ട് പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരു പ്രത്യേക സ്റ്റാമ്പാണ്. ആ സ്റ്റാമ്പിന്റെ 4 ആക്കിയിട്ട് അതിന്റെ ഒരു ഭാഗം നാക്കിന്റെ അടിയിൽ വെച്ച് കഴിഞ്ഞാൽ 24 മണിക്കൂർ പ്രത്യേക ലഹരി കിട്ടുമെന്നാണ് അത് ഉപയോഗിക്കുന്ന പല ആളുകളും ഞങ്ങൾക്ക് മൊഴി നൽകിയിട്ടുള്ളത്. അപ്പൊ ആ സ്റ്റാമ്പ് പോലുള്ള മാരകമായ ലഹരി വസ്തുക്കള് ഒരു സ്റ്റാമ്പ് തന്നെ 20 വർഷം, ഒരു സ്റ്റാമ്പ് കൈവശം വെച്ചാൽ 20 വർഷം ശിക്ഷയും 2 ലക്ഷം രൂപ പിഴയുമാണ്. ഒരു 6 മാസം മുമ്പ് പാലക്കാട് ഒരു MBBS ഡോക്ടർ മൂന്നാറിലേക്ക് വരിക. അപ്പൊ ഇവരുടെ വാഹനം അമിത വേഗതയിൽ ഹൈവേയിലൂടെ വരുന്നതിനും സംശയം തോന്നിയപ്പോ ഇവരെ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ ഞങ്ങൾ ഫ്രീക്കന്മാർ എന്ന് പറയും, ഒരു മുടി നീട്ടി വളർത്തി കൈയും കാലിലും പച്ച കുത്തി അവരുടെ ഡ്രസ്സും വിധാനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് സംശയം തോന്നും. അപ്പൊ അങ്ങനെ ഹൈവേയിൽ നമ്മൾ വാഹനം പരിശോധിച്ചതാണ്. 4 ഡോക്ടർമാര് ഹൈദരാബാദില് MBBS പഠനം കഴിഞ്ഞ് മൂന്നാർ സന്ദർശിക്കാൻ വേണ്ടി ഇവര് ഒരു കാറിൽ വരികയാണ്. ഇവരെ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ 3 ആളുടെ കയ്യിൽ നിന്നും ഒന്നും കിട്ടിയില്ല. പക്ഷെ 4-ാമന്റെ കയ്യിൽ നിന്ന് മൊബൈലിന്റെ കവറിന്റെ ഉള്ളിൽ ഒരു സ്റ്റാമ്പ്, ഈ ലഹരിയായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്റ്റാമ്പ്, ഒരെണ്ണം. 20 വർഷം ശിക്ഷയും 2 ലക്ഷം രൂപ പിഴയുമുള്ള കുറ്റത്തിന് ആ ഡോക്ടറെ ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്യേണ്ടി വന്നു. ഏകദേശം 3-4 മാസം പാലക്കാട് ജില്ലാ ജയിലിൽ കിടന്നിട്ടാണ് അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയത്. അവരോടും ആ ഡോക്ടറോടും ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവര് ഞങ്ങളോട് പറയുന്നത് ഇത് കാനഡയിലും അമേരിക്കയിലും അയർലാൻഡിലും ന്യൂസിലാൻഡിലും ഓസ്ട്രേലിയയിലും ഇത് സ്വന്തം ആവശ്യത്തിന് കുറച്ചൊക്കെ ഉപയോഗിക്കാമല്ലോ സാറേ, പിന്നെന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് എന്നാണ് അവർ നമ്മളോട് തിരിച്ചു വെച്ചത്. അപ്പൊ നമുക്ക് അവരോട് പറയേണ്ടി വന്നു, ഇങ്ങനെയുള്ള മയക്കുമരുന്നുകൾ സമ്പൂർണമായി നിരോധിച്ചതാണ്. ഇതൊരാൾ പെർമിറ്റോ ലൈസൻസോ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോ ഇല്ലാതെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഒരാൾക്കും ഒരു തുള്ളി കൈവശം വെക്കാനോ സൂക്ഷിക്കാനോ കടത്താനോ ഉപയോഗിക്കാനോ വിൽക്കാനോ പാടില്ല. ഇതിന്റെ ശിക്ഷ ഇതാണ് എന്ന് പറഞ്ഞപ്പോ ആ ഡോക്ടർ ഞെട്ടിത്തരിച്ചുകൊണ്ട് വാവിട്ട് നിലവിളിച്ച് കൊച്ചു കുട്ടിയെ പോലെ കരഞ്ഞ് ഞങ്ങളുടെ കാലിൽ വീഴും. പക്ഷെ ഞങ്ങൾ ഹെൽപ്ലെസ്സാണ്. ഇന്ന് നമ്മളൊരു കേസെടുക്കുന്ന സമയത്ത് നാട്ടുകാർ ഫോട്ടോ എടുത്ത് മൊബൈലിലെടുത്ത് ലോകം മുഴുവൻ പ്രചരിപ്പിച്ച് വീഡിയോ ഇല്ലാത്ത മേഖലകളില്ല, CCTV ഇല്ലാത്ത മേഖലകളില്ല. അതുകൊണ്ട് ഞങ്ങൾ ഹെൽപ്ലെസ് ആയി അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യേണ്ടി വന്നു. ഒരു ഡോക്ടറുടെ കാര്യമാണ് 6 മാസം മുമ്പ് സംഭവിച്ചതാണ് ഞാൻ പറയുന്നത്. പിന്നെ അവരുടെ അച്ഛനും അമ്മയും ഡോക്ടർമാരാ, അവരോട് വന്നു. അവരും ഈ കാര്യങ്ങൾ കേട്ടപ്പോൾ പലരും നമ്മുടെ രാജ്യത്തെ നിലവിലുള്ള ഈ നിയമങ്ങളെ കുറിച്ച് അപ്പോഴാണ് അറിയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഗവൺമെന്റ് നിർബന്ധമായും എല്ലാ രക്ഷിതാക്കളോടും എല്ലാ കുട്ടികളോടും ഈ നിയമങ്ങളെ കുറിച്ച് പറയണമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ നമ്മുടെ പോലീസ് നിയമമുണ്ട്, അബ്കാരി നിയമമുണ്ട്, ഫോറസ്റ്റ് നിയമമുണ്ട്, ഇവിടെ ആരാധ്യയായ പഞ്ചായത്ത് പ്രസിഡന്റ്, തദ്ദേശ സ്വയംഭരണ നിയമങ്ങളുണ്ട്. ഇതെല്ലാം അതാത് സ്റ്റേറ്റിന് മാത്രം ബാധിക്കുന്നതാണ്. തമിഴ്നാട്ടിൽ പോയാൽ അവിടെ വേറെ പോലീസ് നിയമവും എക്സൈസ് നിയമവും തദ്ദേശ നിയമവും ഒക്കെ വ്യത്യസ്തമായിരിക്കും. പക്ഷേ ഈ മയക്കുമരുന്ന് നിയമം ഹോൾ ഇന്ത്യ ബാധകമാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് 350-ലധികം നിയമങ്ങളുണ്ട്. ഈ 350-ലധികം നിയമങ്ങളിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ശക്തിമത്തായ ഒരു നിയമമാണ് ഇന്ത്യൻ മയക്കുമരുന്ന് നിരോധന നിയമം 1985. ഇംഗ്ലീഷിൽ ഇതിനെ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക്
സബ്സ്റ്റാൻസസ് ആക്ട് 1985 എന്നാണ് പറയുക. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ കാര്യം. ട്രെയിനേഴ്സ് ആണ് എന്ന് ഹരീഷ് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇത്ര വളരെ അർത്ഥവത്തായിട്ട് വളരെ ഡീപ്പായിട്ട് ഈ കാര്യങ്ങൾ പറയുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ മെസ്സേജാണ് സമൂഹത്തിന്, സ്കൂളുകളിൽ, കോളേജുകളിൽ, വാർഡുകളിൽ, മറ്റുള്ള പരിപാടികൾക്ക് പോകുമ്പോൾ നിങ്ങൾ നൽകേണ്ടതെന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ നിയമത്തിന്റെ രണ്ടാമത്തെ ഒരു പ്രത്യേകത, ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് നമ്മൾ ഉടനെ പോലീസിനെയോ എക്സൈസിനെയോ അറിയിച്ചിരിക്കും. ഇപ്പോ വിദ്യാർത്ഥികൾ, ക്ലാസ്സിലെ കുട്ടിയോ അല്ലെങ്കിൽ സുഹൃത്തോ ഏതെങ്കിലും തരത്തിലുള്ള ലഹരി വസ്തു ഉപയോഗിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ വിവരം അധ്യാപകരെയോ രക്ഷിതാക്കളെയോ, അതല്ലെങ്കിൽ ഇന്ന് വ്യാപകമായിട്ട് എക്സൈസിന്റെയും പോലീസിന്റെയും ടോൾ ഫ്രീ പരാതിപ്പെടേണ്ട നമ്പറുകൾ വ്യാപകമായി കൊണ്ടിരിക്കുന്നത്, അവിടെയെങ്കിലും നിങ്ങൾ അറിയിക്കണം. അറിയിച്ചില്ലെങ്കിൽ അത് പിന്നീട് അവർക്ക് ബുദ്ധിമുട്ടാവുന്ന വിഷയം പിന്നീട് പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഈ നിയമത്തിന്റെ ഒരു പ്രത്യേകത, ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ഒരു കുറ്റകൃത്യത്തിന് ആരെങ്കിലും കൂടെ പോവുക, സ്വന്തം ബൈക്കോ കാറോ വിട്ടുകൊടുക്കുക, ഇത് ഉപയോഗിക്കുന്ന ഒരാളെ കൂടെ പാർപ്പിക്കുക, അവിടെ കിട്ടും ഇവിടെ കിട്ടും എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുക, ഇതെല്ലാം ഈ നിയമപ്രകാരം 20 വർഷം ശിക്ഷയും 2 ലക്ഷം രൂപ പിഴയുമുള്ള കുറ്റമായിട്ടാണ് ഈ നിയമത്തിലെ സെക്ഷൻ 29 എന്ന് പറയുന്ന വകുപ്പ് പറയുന്നത്. ഈ സപ്പോർട്ട് ചെയ്യുന്ന ആളുടെ കയ്യിൽ നിന്ന് മയക്കുമരുന്ന് പിടിച്ചെടുക്കണമെന്നില്ല, കൂടെ പോയാൽ മതി. ഇന്ന് മൊബൈൽ ഫോൺ ഉണ്ട്. നിങ്ങൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന, കച്ചവടം ചെയ്യുന്ന, ഇത് വിൽക്കുന്ന, ഇതിനു വേണ്ടി ഒത്താശ ചെയ്യുന്ന ഒരാളുടെ കൂടെ ആ കേസെടുക്കുന്ന സമയത്ത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നിങ്ങളെയും സംശയിക്കും. വണ്ടിയിൽ പോവുക, വണ്ടി വിട്ടുകൊടുക്കുക, ഇത് അവിടെ പാവറട്ടിയിലോ ഗുരുവായൂരോ തൈക്കാടോ ഇത് കിട്ടുമെന്ന് പറയുക, ആളെ കാണിച്ചു കൊടുക്കുക, ഇതെല്ലാം സാമ്പത്തിക സഹായം നൽകുക, സ്വന്തം മൊബൈലിലെ ഗൂഗിൾ പേയിലൂടെ ഇത് വാങ്ങാനുള്ള സഹായം ചെയ്തു കൊടുക്കുക, ഇതെല്ലാം 20 വർഷം ശിക്ഷയും 2 ലക്ഷം രൂപയും പിഴയുമുള്ള കുറ്റമായിട്ടാണ് നിയമത്തിൽ കണക്കാക്കുന്നത്. ഈ അടുത്ത കാലത്ത് ഒരു ഹിന്ദി സിനിമാ നടൻ സുശാന്ത് സിംഗ് ആത്മഹത്യ ചെയ്തിരുന്നു. അദ്ദേഹം ലഹരിക്ക് അടിമയായിരുന്നു. ഡിപ്രഷനായിട്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്ത ബോളിവുഡിലെ ഒരു പ്രമുഖ സിനിമാ നടനാണ്. ധോണിയുടെ ആത്മകഥ സിനിമയായപ്പോൾ അതില് ധോണിയായിട്ട് അഭിനയിച്ചതാണ് ഈ സുശാന്ത് സിംഗ്. അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോ, ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞപ്പോ ബോംബെ പോലീസ് അന്വേഷണം നടത്തി കഴിഞ്ഞപ്പോ ഇയാൾക്ക് വേണ്ട മയക്കുമരുന്ന് എത്തിച്ചു കൊടുത്തത് ഇയാളുടെ കാമുകിയായ റിയ ചക്രവർത്തി എന്ന് പറയുന്ന വേറൊരു ബോളിവുഡ് നടിയായിരുന്നു. ഈ റിയ ചക്രവർത്തിയുടെ ഫ്ളാറ്റിൽ നിന്നോ ബാഗിൽ നിന്നോ കയ്യിൽ നിന്നോ വണ്ടിയിൽ നിന്നോ മയക്കുമരുന്ന് കണ്ടെടുത്തിട്ടേ ഇല്ല. പക്ഷെ ഈ കേസുമായി ബന്ധപ്പെട്ട് അവരെ ഈ സെക്ഷൻ 29 പ്രകാരം ബോംബെ പോലീസ് അവരെ അറസ്റ്റ് ചെയ്തു. എന്താ അവരുടെ കുറ്റം അറിയോ? ഈ സുശാന്ത് സിംഗിന് വേണ്ടിയിട്ടുള്ള മയക്കുമരുന്നിനുള്ള പൈസ റിയ ചക്രവർത്തിയുടെ ഗൂഗിൾ പേ വഴിയാണ് പോയിരിക്കുന്നത്. ആ ഒരൊറ്റ കുറ്റത്തിനാണ് 20 വർഷം ശിക്ഷയ്ക്കും 2 ലക്ഷം രൂപ പിഴയ്ക്കും റിയ ചക്രവർത്തിക്ക് ജയിലിൽ പോകേണ്ടി വന്നത്. ഏകദേശം 90 ദിവസം ജയിലിൽ കിടന്നിട്ട് അവർക്ക് ജാമ്യം കിട്ടി. ഇപ്പോഴും കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, കഴിഞ്ഞിട്ടില്ല. സോളിഡ് എവിഡൻസ് ആണ്. ഞാൻ ഇത് പറയുമ്പോൾ എപ്പോഴും എനിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ ഇന്നലെ തൃശ്ശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലും ഈ അനുഭവം ഞാൻ പറഞ്ഞു. എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിൽ ബിടെക്കിന് പഠിക്കുന്ന 21 വയസ്സുള്ള 3 വിദ്യാർത്ഥികളെ എനിക്ക് നിർഭാഗ്യവശാൽ എന്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ്. കുറച്ച് വിദ്യാർത്ഥികൾ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ഈ വിഷയം ഇവിടെ പറയുകയാണ്. ഒരുതരം ലഹരി ഗുളികകൾ കൈവശം വെച്ചതിന് എനിക്ക് അവരെ 1 വർഷം മുമ്പ് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അറസ്റ്റ് ചെയ്യേണ്ടി വന്നു. ഈ 3 കുട്ടികൾ വലിയ ശരീരപ്രകൃതിയായിരുന്നു. ബിടെക് സെക്കൻഡ് ഇയർ കളമശ്ശേരിയിൽ പഠിക്കുക. ഇവരൊരു ജിംനേഷ്യത്തിൽ പോയി ശരീരം പുഷ്ടിപ്പെടുത്താൻ വേണ്ടി. അവിടെ ഒരു ചേട്ടനെ പരിചയപ്പെട്ടു. ആ ചേട്ടൻ ഒരു വെള്ള ഗുളിക കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കഴിച്ചാൽ നല്ല മസിൽ വരും, വിശപ്പ് കൂടും, ആരോഗ്യം കൂടും എന്നെല്ലാം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു. ഞങ്ങളിതിനെ വട്ടുഗുളിക എന്നാണ് എക്സൈസും പോലീസും ഇതിനെ വിളിക്കുക. മനോരോഗികൾക്ക്, മനോരോഗ വിദഗ്ധൻ അയാളുടെ നിയന്ത്രണത്തിൽ മാനസിക രോഗികൾ വയലന്റ് ആവുന്ന സമയത്ത് കൊടുക്കുന്ന ഒരു ഗുളികയാണ്. ഞാൻ ഇതിന്റെ പേര് ഇവിടെ പറയുന്നില്ല. അത് ഇന്ന് വ്യാപകമായിട്ട് കേരളത്തിൽ ലഹരിക്ക് വേണ്ടി നമ്മുടെ വിദ്യാർത്ഥികളും കുട്ടികളും യുവതി യുവാക്കളും വ്യാപകമായി ഉപയോഗിക്കുന്നു. വട്ടാവും ഒരു വർഷമോ കൊണ്ട് ഇത് ഉപയോഗിക്കുന്ന നോർമലായ ഒരു വ്യക്തി അബ്നോർമലായി പെരുമാറും. ഇതിന് ധാരാളം ഉദാഹരണങ്ങൾ ഞങ്ങളുടെ മുമ്പിലുണ്ട്.
അപ്പൊ ഈ കുട്ടികൾ അവിടെ ജിമ്മിൽ പോയപ്പോൾ ചേട്ടൻ പരിചയപ്പെട്ടു, ഈ ഗുളിക കൊടുത്തു, ഇത് കൊടുത്താൽ മതി, ഇത് കഴിച്ചാൽ മതി, ഇവിടെ ഒന്നും വരേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് മസിൽ വരും എന്നെല്ലാം പറഞ്ഞു. ഈ പാവപ്പെട്ട കുട്ടികൾ ഇത് വാങ്ങുന്നു, ഉപയോഗിക്കുന്നു. ആദ്യമെല്ലാം വെറുതെയാണ് ഈ കുട്ടികൾക്ക് കൊടുത്തത്. പിന്നീട് ഇതിന് അഡിക്റ്റ് ആയപ്പോൾ മെഡിക്കൽ ഷോപ്പുകളിൽ 10 ഗുളികയ്ക്ക് 15 20 രൂപ വിലയുള്ള ഈ സാധനം പിന്നീട് ഈ കുട്ടികളിൽ നിന്ന് ഒരു ഗുളികയ്ക്ക് 200 രൂപ നിരക്കിലാണ് ഈ ചേട്ടൻ പിന്നീട് വാങ്ങുന്നത്. ഇതിന് അഡിക്റ്റായി നന്നായി പഠിക്കുന്ന കുട്ടികളെ ക്ലാസ്സിൽ കയറാണ്ടായി, പരീക്ഷയിൽ തോൽക്കുന്നു. ഒരു ദിവസം ഈ ചേട്ടനോട് ചോദിച്ചപ്പോ, ഞാനിത് ചെന്നൈയിലെ ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്നാണ് ഇത് വാങ്ങിയതെന്ന് പറഞ്ഞു. ഈ 3 കുട്ടികളും അച്ഛന്റെ പണം പൊട്ടിച്ച് ചെന്നൈയിലേക്ക് വണ്ടി കയറി അവിടെ പോയി ഗുളിക വാങ്ങി തിരിച്ച് അടുത്ത ട്രെയിനിൽ കയറി എറണാകുളത്തേക്ക് വരിക. കുട്ടികളെയും യാത്രക്കാരെയും മറ്റും ഉപദ്രവിക്കാൻ തുടങ്ങി വണ്ടിയിൽ ഇത് ഉപയോഗിച്ചിട്ട്. ടി.ടിമാർക്ക് കംപ്ലൈന്റ് ചെയ്തു യാത്രക്കാർ. ടി.ടി നേരെ RPF-ന്, നിങ്ങൾക്കറിയാം ട്രെയിനിലെ സുരക്ഷ നോക്കുന്ന പോലീസിന്റെ പേരാണ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്, RPF എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടും. ആ RPF പോലീസിനെ വിവരമറിയിച്ചു. ഈ 3 കുട്ടികളുടെ ബാഗും പോക്കറ്റും പരിശോധിച്ചപ്പോ കുറെ ഗുളികകൾ, ഒരു ഗുളിക ഈ ഇന്ത്യ മഹാരാജ്യത്ത് ലൈസൻസ് ഇല്ലാതെ, പെർമിറ്റ് ഇല്ലാതെ, ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കൈവശം വെച്ചാൽ 20 വർഷം ശിക്ഷയും 2 ലക്ഷം രൂപ പിഴയുമുള്ള കുറ്റമാണ് ഈ കുട്ടികൾ ചെയ്തിരിക്കുന്നത്. ഇവർ 3 പേരും കൂടെ ഒരൊറ്റ ടിക്കറ്റിലാണ് യാത്ര ചെയ്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ 29 എന്ന് പറയുന്ന ഗൂഢാലോചന സെക്ഷൻ തെളിയിക്കാൻ ഈ ഒരൊറ്റ ടിക്കറ്റ് ധാരാളമാണ്. കാരണം 3 പേരും കൂടെ അറിഞ്ഞുകൊണ്ട് പരസ്പരം സാമ്പത്തിക സഹായം പൈസ എടുത്ത് അമിത സാമ്പത്തിക സഹായം മോഹിച്ച് ചെന്നൈയിലെ മെഡിക്കൽ ഷോപ്പിൽ പോയി ഇത് വാങ്ങി ഒരുമിച്ച് ഒരു ടിക്കറ്റിൽ യാത്ര ചെയ്ത് വരുന്നു എന്ന് പറയുമ്പോൾ ഇത് എനിക്കറിയില്ല, ഇത് അവന്റെയാണ് ഇവന്റെയാണെന്നൊന്നും 3 ആൾക്കും പരസ്പരം പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അതിനൊരു 20 വർഷം, മയക്കുമരുന്ന് ഗുളിക കൈവശം വെച്ചതിനൊരു 20, ചുരുക്കി പറഞ്ഞ 40 വർഷം ശിക്ഷയ്ക്ക് ഈ 3 കുട്ടികളെ എനിക്ക് അറസ്റ്റ് ചെയ്യേണ്ടി വന്നു. ഇന്ത്യൻ മയക്കുമരുന്ന് നിരോധന നിയമം സെക്ഷൻ 22C പ്രകാരം. കാരണം RPF പിടിച്ച് ഇവരെ ചോദ്യം ചെയ്തപ്പോൾ മലയാളികൾ, ആദ്യത്തെ മലയാളി സ്റ്റേഷനാണ് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ 3 പേരെ ഇറക്കി. കേരള എക്സ്പ്രസിലെ ടി.ടിമാര് റിട്ടേൺ കംപ്ലൈന്റോട് കൂടിയിട്ടാണ് പാലക്കാട് RPF-ൽ ഇവരെ കൈമാറിയത്. ഞാൻ അവിടെ എത്തുമ്പോഴേക്കും ഈ 3 കുട്ടികളെ നാട്ടുകാരും യാത്രക്കാരും എല്ലാവരും കണ്ട് മുഴുവൻ വാട്സപ്പിലൂടെ ലോകം മുഴുവൻ പ്രചരിപ്പിച്ചിരുന്നു. കേസെടുക്കാതെ നിർവാഹമില്ല. ഒരുപക്ഷെ ആദ്യമായിട്ട് അവരെ നമ്മുടെ മുമ്പിൽ കാണുകയാണെങ്കിൽ അവരുടെ അധ്യാപകരെയോ രക്ഷിതാക്കളെയോ അറിയിച്ച് ഒരു കൗൺസിലിംഗ് കൊടുത്ത് അവർക്കൊരു വാണിംഗ് എന്ന ഒരു നിലയിൽ ഒരു എക്സ്ക്യൂസ് നമ്മുടെ നിയമത്തിൽ തന്നെ പറയുന്നുണ്ട്. ഈ വിദ്യാർത്ഥികളാണെങ്കിൽ 25 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളാണെങ്കിൽ ഈ നിയമത്തിൽ 64 ക്യാപിറ്റൽ A എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ പറയുന്നുണ്ട്, ചെറിയ അളവിലുള്ള മയക്കുമരുന്ന് കൈവശം വയ്ക്കുന്ന അത്തരം വിദ്യാർത്ഥികളെ നിങ്ങൾ പിടികൂടുകയാണെങ്കിൽ ആ വിദ്യാർത്ഥികൾ ഒരു അംഗീകൃത ലഹരി വിമോചന കേന്ദ്രത്തിൽ ഒരു ഡോക്ടറുടെ കീഴിൽ ചികിത്സ തേടി ആ ഡോക്ടർ ഒരു സർട്ടിഫിക്കറ്റ് ആ വിദ്യാർത്ഥിക്ക് കൊടുക്കുകയാണ്. ഇയാളിപ്പോ ലഹരി വിരുദ്ധ ചികിത്സയ്ക്ക് വിധേയനായി ഇപ്പൊ നല്ല കുട്ടിയാണ്, ഇപ്പോ നല്ല ജീവിതമാണ് നയിക്കുന്നത്, വേറെ ദുശീലങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് ആ ഡോക്ടർ കൊടുത്തു കഴിഞ്ഞാൽ, അത് കോടതി കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ FIR ക്യാൻസൽ ആവും. 64 ക്യാപിറ്റൽ A ഇന്ത്യൻ മയക്കുമരുന്ന് നിരോധന നിയമം അങ്ങനെ ഒരു വകുപ്പ് അതിൽ പറയുന്നുണ്ട്. പക്ഷെ അതെനിക്കിവിടെ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. അവിടെ എത്തുമ്പോഴേക്കും TV-ക്കാരും ചാനലുകാരും പത്രക്കാരും ഇത് വാർത്തയാക്കി ലോകം മുഴുവൻ അറിഞ്ഞു. അവർക്കെതിരെ ഈ കേസെടുക്കേണ്ടി വന്നു. ഇപ്പോഴും പാലക്കാട് മലമ്പുഴ ജില്ലാ ജയിലിൽ ഈ 3 പ്രതികളും ജയിലിൽ കിടക്കുകയാണ്. ജാമ്യം കിട്ടിയിട്ടില്ല. 3 പേരെയും കോളേജിൽ പുറത്താക്കി. അവരോടും ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പല കുട്ടികളും പൊട്ടിക്കരഞ്ഞ് ഞങ്ങളുടെ മുമ്പിൽ, ഞങ്ങൾക്ക് ഇതൊന്നും അറിയുന്നില്ല സാർ, ഇത്രയും ശിക്ഷയുള്ള കുറ്റമാണെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ഞങ്ങൾ ഇത് ചെയ്യില്ലായിരുന്നു എന്ന് ഞങ്ങളോട് താണുകയാണ് അപേക്ഷിക്കുന്ന ഒരവസ്ഥ പിന്നീടുണ്ടായി. പക്ഷെ ഞങ്ങൾ അവിടെ ഹെൽപ്ലെസ് ആയി. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, നിങ്ങൾ ഈ നിയമത്തെക്കുറിച്ച്, ഇതിന്റെ ശിക്ഷയെക്കുറിച്ച്, ഇതിന്റെ നടപടിക്രമങ്ങളെക്കുറിച്ച് നിങ്ങളുടെ സ്കൂളുകളിൽ ചർച്ച ചെയ്യണമെന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. ഇനി ഈ നിയമത്തിന്റെ വേറൊരു ഭീകരമായ ഒരു വശം കൂടെ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അത് പലർക്കും അറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഒരു ജയിലിൽ പോയിട്ട് ഈ കാര്യം പറഞ്ഞപ്പോൾ പല പ്രതികളും ഞങ്ങളുടെ മുമ്പിൽ വന്ന് പൊട്ടിക്കരയുന്ന ഒരവസ്ഥയുണ്ടായി കഴിഞ്ഞ മാസം. ഈ നിയമപ്രകാരം ഒരു മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെടുന്ന, അറസ്റ്റ് ചെയ്യപ്പെടുന്ന പ്രതി, വലിയ അളവിലുള്ള മയക്കുമരുന്ന് കേസിൽപ്പെടുന്ന പ്രതികളുടെ പേരിലുള്ള വീട്, സ്ഥലം, വാഹനങ്ങള്, ബാങ്ക് ബാലൻസ്, അയാളുടെ അച്ഛൻ, അമ്മ, സഹോദരിമാർ, സഹോദരന്മാർ,
ഭാര്യ, മക്കൾ ഇവരുടെ പേരിലുള്ള മുഴുവൻ സ്വത്തുവകകളും, മുഴുവൻ സ്ഥാവര ജംഗമ വസ്തുക്കളും, വീട്, സ്ഥലം, ബാങ്ക് ബാലൻസ്, വാഹനം എല്ലാം സർക്കാരിലേക്ക് കണ്ടുകെട്ടാനും ഫ്രീസ് ചെയ്യാനും ഈ നിയമത്തിലെ സെക്ഷൻ 68 എന്ന് പറയുന്ന ഒരു വകുപ്പ് പോലീസിനോടും എക്സൈസിനോടും കോടതികളോടും ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഈ നിയമം കർശനമായി പ്രയോഗിക്കാൻ ഗവൺമെന്റ് ഇപ്പോൾ ഞങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഞാൻ അവിടെ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ ഈ ക്ലാസ്സിന് ശേഷം പ്രതികൾക്ക് എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടോ എന്ന് സൂപ്രണ്ട് പറഞ്ഞപ്പോ ഒരു പ്രതി എന്നോട് എഴുന്നേറ്റ് പറഞ്ഞതാണ്, ഒരാളല്ല 3-4 പേര് എഴുന്നേറ്റ് ചോദിച്ചു, സാറേ ഞാനാണ് മയക്കുമരുന്ന് കടന്ന് ശിക്ഷിച്ചിപ്പോ ഈ ജയിലിൽ കിടക്കുന്നത്, എന്റെ ഭാര്യയുടെ പേരിലുള്ള വീട് ജപ്തി ചെയ്യാൻ ഇപ്പൊ കോടതിയിൽ നിന്ന് നോട്ടീസ് വന്നിരിക്കുന്നു, എന്റെ ഭാര്യ ഈ കേസിൽ ഒരു തെറ്റും ചെയ്തില്ലല്ലോ സാറേ, എന്തിനാണ് എന്റെ വീട് ജപ്തി ചെയ്യുന്നത് എന്ന് ഒരു ചോദ്യം കഴിഞ്ഞ മാസം ഞാൻ അവിടെ ക്ലാസ് എടുക്കാൻ പോയപ്പോ ഒരു പ്രതി കരഞ്ഞുകൊണ്ട് എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ ഈ നിയമത്തിലെ 68 പ്രകാരം മയക്കുമരുന്ന് കേസിലെ പ്രതിയുടെ പേരിലുള്ള അവന്റെ ഭാര്യ, അച്ഛൻ, അമ്മ, മക്കൾ, സഹോദരങ്ങൾ എന്നിവരുടെ പേരിലുള്ള മുഴുവൻ സ്വത്തുവകകളും സർക്കാരിലേക്ക് കണ്ടുകെട്ടാൻ നിയമമുണ്ട്. അത് ഇന്ത്യയിലെ ഒരു സിവിൽ കോടതിയിലും ചോദ്യം ചെയ്യാൻ പാടില്ല എന്നും എഴുതി വെച്ചിട്ടുണ്ട്. ഇതിന്റെ പേരിൽ ഏതെങ്കിലും ഹൈക്കോടതിയിലോ സിവിൽ കോടതിയിലോ പോയിട്ട് എന്റെ സ്വത്ത് ജപ്തി ചെയ്യാൻ പോലീസോ എക്സൈസോ നോട്ടീസ് വന്നു, അത് ചോദ്യം ചെയ്യാൻ ഇന്ത്യ മഹാരാജ്യത്തെ ഒരു കോടതിയിലും പവറില്ല എന്നും എഴുതി വെച്ചിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞ മയക്കുമരുന്ന് കേസിലെ പ്രതിയെ, അവന്റെ കുടുംബത്തെ പിച്ചക്കാരനാക്കാൻ, ദരിദ്രനാക്കാനാണ് നിയമം പോലീസിനോടും എക്സൈസിനോടും കോടതികളോടും പറയുന്നത്. ഇത് പലർക്കും അറിയില്ല. ഈ കാര്യങ്ങളാണ് നമ്മൾ നിർബന്ധമായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന, ഉപയോഗിക്കുന്ന കുട്ടികളോടും മറ്റും പറയേണ്ടത് എന്നാണ് ഞങ്ങൾ ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തൊരു പ്രത്യേകത, ഒരു മയക്കുമരുന്ന് കേസിൽ ശിക്ഷിച്ച് നമ്മൾ ജയിലിൽ പോയാൽ, ഇപ്പൊ ഒരു കൊലപാതകം നടത്തി ജയിലിൽ പോയാൽ പോലും പ്രൊബേഷൻ, ടെർമിനേഷൻ എന്നിങ്ങനെയുള്ള ഇളവുകള് ജയിൽ നിയമത്തില് പ്രതികൾക്ക് നൽകുന്നുണ്ട്. പരോള്, പ്രൊബേഷൻ, ടെർമിനേഷൻ പോലുള്ള ശിക്ഷാ ഇളവുകള് മയക്കുമരുന്ന് കേസ് ഒഴികെ ബാക്കി എല്ലാ കുറ്റകൃത്യങ്ങളിലും പ്രതികൾക്കും നിയമം അനുവദിക്കുന്നുണ്ട്. പക്ഷേ മയക്കുമരുന്ന് കേസിൽ ശിക്ഷിച്ച് ജയിലിൽ പോയാൽ ഒരു കാരണവശാലും നല്ല നടപ്പില്ല, പരോളില്ല, ശിക്ഷാ ഇളവില്ല, ഒന്നുമില്ല. ഒരു ജീവപര്യന്തത്തിന് 14 വർഷം ശിക്ഷിച്ച ഒരു ജയിലിൽ പോയ ഒരു പ്രതി ജയിലുകാർ പറയുന്ന രീതിയിൽ വളരെ ഒബീഡിയന്റ് ആയിട്ട് ജോലികളൊക്കെ ചെയ്ത് വളരെ ഡിസിപ്ലിൻ ആയിട്ട് അവിടെ ജീവിച്ചാൽ ഒരു 7-8 വർഷം കഴിയുമ്പോൾ അവർക്ക് പ്രമോഷൻ, നല്ല നടപ്പ് എന്ന് പറഞ്ഞ ഒരു ലിസ്റ്റിൽ പെട്ടുകഴിഞ്ഞാൽ ഓഗസ്റ്റ് 15-നും ജനുവരി 26-നും നമ്മുടെ ദേശീയ ദിനങ്ങൾ ആചരിക്കുന്ന സമയത്ത് ആ നല്ല നടപ്പിൽപ്പെട്ട ആളുകളുടെ പേര് എഴുതി ഒരു ലിസ്റ്റിട്ട് നറുക്കിട്ടെടുക്കും. അതിൽ പെട്ടുകഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് വരാം, ശിക്ഷ ഉള്ളത്. പക്ഷെ മയക്കുമരുന്ന് കേസിൽ കിട്ടുന്ന ശിക്ഷ 1 വർഷം മുതൽ 40 വർഷം വരെയാണ് മയക്കുമരുന്ന് കേസിൽ കിട്ടാവുന്ന പരമാവധി ശിക്ഷ. 1 മുതൽ 40 വർഷം വരെ. അളവ് കൂടുന്തോറും ശിക്ഷ കൂടുമെന്ന് ഞാൻ പറഞ്ഞു. വലിയ അളവിലുള്ള മയക്കുമരുന്ന് കേസ് കൈവശം വയ്ക്കുന്ന പ്രതികൾക്ക് ഈ നിയമപ്രകാരം 40 വർഷം വരെയാണ് ശിക്ഷ. പലർക്കും സംശയം ഉണ്ടാവും, ഇങ്ങനെയുള്ള ശിക്ഷ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന്. 6 മാസം മുമ്പ് എറണാകുളം ജില്ലാ കോടതി 200 കിലോ മയക്കുമരുന്ന് കൈവശം വെച്ച 3 പ്രതികൾക്ക് 37 വർഷമാണ് ശിക്ഷ വിധിച്ചത്. അതിൽ ഒരു പ്രതിയുടെ പ്രായം 23 വയസ്സാണ്. ആലോചിക്കണം, 60 വയസ്സ് കഴിഞ്ഞിട്ട് ആ യുവാവ് ഇനി പുറം ലോകം കാണുകയുള്ളൂ. ഞാൻ പറഞ്ഞ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ 21 വയസ്സാണ്, ഇപ്പോഴും ജാമ്യം കിട്ടിയിട്ടില്ല, ജയിലിൽ കിടക്കുക. ഞാൻ അവർക്കെതിരെ ചുമത്തിയത് 20 വർഷം ശിക്ഷയുള്ള കുറ്റത്തിനാണ്. പിന്നീട് കേസിന്റെ അന്വേഷണത്തില് ഗവൺമെന്റ് പ്ലീഡർ എന്നോട് പറയുകയാണ്, നിങ്ങൾ ഇട്ട സെക്ഷൻ തെറ്റാണ്, ഒരൊറ്റ ടിക്കറ്റിലാണ് 3 പേരും കൂടെ ചെന്നൈയിൽ നിന്ന് എറണാകുളത്തേക്ക് വന്നിരിക്കുന്നത്. ഇവരുടെ മൊബൈൽ ഫോൺ ടവർ നോക്കുമ്പോൾ ചെന്നൈയിൽ നിന്ന് പാലക്കാട് വരെ ഒരേ ടവർ, ഒരേ ലൊക്കേഷൻ. ഇവര് 3 പേരും ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുണ്ട്. അത് തെളിയിക്കാൻ ഈ ടിക്കറ്റും ഈ കോൾ ഡീറ്റെയിൽസും മതി. അതുകൊണ്ട് സെക്ഷൻ 29 കൂടെ വെക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിത്തരിച്ചു. അപ്പൊ ആ കുട്ടികളെയും വെയിറ്റ് ചെയ്യുന്നത് 40 വർഷം ശിക്ഷയുള്ള കുറ്റമാണ്.
അപ്പൊ ഇത് സമൂഹത്തിന് അറിയണം, മനസ്സിലാക്കണം. മാത്രവുമല്ല, കുറ്റം ആവർത്തിക്കുന്നവർക്ക് ഈ നിയമത്തിലെ സെക്ഷൻ 31 പറയുന്നത് വധശിക്ഷ നൽകാനാണ്. അതിനൊരു അളവ് ആ നിയമത്തിൽ പറയുന്നുണ്ട്. വലിയ അളവ് മയക്കുമരുന്ന് കൈവശം വെച്ച് ഒരിക്കൽ പോലീസോ എക്സൈസോ പിടിച്ചു, ജാമ്യത്തിന് പുറത്തിറങ്ങി ആ വ്യക്തി വീണ്ടും അതേ കുറ്റം ആവർത്തിച്ചാൽ, ഒരു കൊലക്കുറ്റം ചെയ്താൽ വധശിക്ഷയോ ജീവപര്യന്തമോ എന്ന് പറയുന്ന സ്ഥാനത്ത് ഈ നിയമത്തിലെ സെക്ഷൻ 31 കോടതികളോട് പറയുന്നത് ആ വ്യക്തി പിന്നെ സമൂഹത്തിന് വേണ്ട, അവന് വധശിക്ഷ മാത്രമേ നൽകുവാൻ പാടുള്ളൂ എന്നാണ്. അത്രയ്ക്ക് കഠിനമായ ശിക്ഷകളുള്ള നിയമ നടപടിക്രമങ്ങളുള്ള ഒരു കേസാണ്. ജില്ലാ കോടതികളിലാണ് ഇതിന്റെ ജാമ്യാപേക്ഷ ആദ്യം പരിഗണിക്കുക. മജിസ്ട്രേറ്റ് കോടതിയിലോ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലോ അല്ല. പിന്നെ ഹൈക്കോടതിയിൽ പോകണം, പിന്നെ അപ്പീൽ സുപ്രീം കോടതിയിൽ പോകണം. ഇതിന്റെ നടപടിക്രമങ്ങൾ നൂലാമാല പിടിച്ചതാണ്. ഒരു മയക്കുമരുന്ന് കേസിൽ പെട്ടാൽ അവനും അവന്റെ കുടുംബവും സാമ്പത്തിക അടിത്തറ ഇളകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. അത് നമ്മുടെ ചുറ്റുപാടും പരിശോധിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഒരു എക്സൈസിന്റെയോ പോലീസിന്റെയോ ലഹരിയുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ പെട്ടുകഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടുക അസാധ്യമാണ്. പിന്നെ ഈ നിയമത്തിന്റെ വേറൊരു പ്രത്യേകത അതുകൂടെ മനസ്സിലാക്കണം. നമ്മുടെ രാജ്യത്ത് പലതരം കുറ്റകൃത്യങ്ങളുണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കുറ്റകൃത്യമായിട്ടാണ് നിയമം ഈ കുറ്റകൃത്യത്തെ കാണുന്നത്. മയക്കുമരുന്നുമായി ഒരാളെ പിടിക്കപ്പെട്ടാൽ അയാൾക്ക് ഇങ്ങനെ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ഒരു കുറ്റം ചെയ്യാനുള്ള മാനസികാവസ്ഥയുള്ള വ്യക്തിയാണ് എന്ന് നിയമം ആദ്യമേ ഡിക്ലെയർ ചെയ്തതിനു ശേഷമാണ് ഇതിന്റെ വിചാരണ തുടങ്ങുന്നത്. വേറെ എല്ലാ കുറ്റങ്ങളും കോടതിയിൽ പ്രോസിക്യൂഷൻ തെളിയിക്കണം, ഇയാൾ ഈ കുറ്റം ഈ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ചെയ്തു എന്ന്. അപ്പോഴാണ് കോടതി അയാൾക്കെതിരെ ശിക്ഷ വിധിക്കുക. ഇവിടെ പ്രതി തെളിയിക്കണം ഞാൻ നിരപരാധിയാണ്. അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഈ നിയമം പ്രതിക്കാണ് നൽകിയിരിക്കുന്നത്. ഒരാളെ മയക്കുമരുന്നുമായി പിടിക്കപ്പെട്ടാൽ ആ നിമിഷം നിയമം പറയുന്നത് ഹി ഹാസ് കമ്മിറ്റഡ് ഒഫൻസ് എന്നാണ്. ഇയാൾ ഈ കുറ്റം ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ അവൾ ആ കുറ്റം ചെയ്തിരിക്കുന്നു എന്ന് ഓൾറെഡി ഫിക്സഡ് ആയിട്ടാണ് പിന്നെ ഈ കേസിന്റെ വിചാരണ നടക്കുന്നത്. അതുകൊണ്ടാണ് മയക്കുമരുന്ന് കേസിന്റെ ശിക്ഷ, എക്സൈസ് എടുക്കുന്ന പല കേസുകളിലും ശിക്ഷ എബവ് 75%. കൺവിക്ഷൻ റേറ്റ് 75% മേലെയാണ്. അതിന് രക്ഷപ്പെടുക വളരെ അസാധ്യമാണ്. പ്രത്യേകിച്ച് വലിയ വലിയ മയക്കുമരുന്ന് കേസിൽ ഉൾപ്പെട്ട പ്രതികൾക്ക് ജാമ്യം വരെ കിട്ടാറില്ല. മിനിമം റിമാൻഡ് പീരീഡ് 360 ദിവസമാണ് ഒരു മയക്കുമരുന്ന് കേസിൽ. ഒരു കൊലപാതക കേസിൽ 90 ദിവസമാണ്. ആലോചിച്ച് നോക്കണം. ഒരു കൊലപാതക കേസിൽ മിനിമം റിമാൻഡ് പീരീഡ് 90 ആവുമ്പോൾ ഒരു മയക്കുമരുന്ന് കേസിലെ, വലിയ അളവിലുള്ള മയക്കുമരുന്ന് കേസിലെ റിമാൻഡ് പീരീഡ് 360 ദിവസമാണ്. ഇനി കുറ്റം ആവർത്തിക്കുന്നവരെ വധശിക്ഷ നൽകുന്നു. ഇത് കൂടാതെ അവരെ 2 വർഷം വരെ വിചാരണ കൂടാതെ തടങ്കിലാക്കാനും പിറ്റ് NDPS ആക്ട് എന്ന് പറയുന്ന ഒരു നിയമം ഈ പ്രതികൾക്കെതിരെ വിരൽ ചൂണ്ടുന്നുണ്ട്. അങ്ങനെ കടുത്ത ശിക്ഷകളുള്ള നടപടിക്രമങ്ങളുള്ള ഒരു നിയമമാണ് നമ്മുടെ രാജ്യത്ത് ഇന്ത്യൻ മയക്കുമരുന്ന് നിരോധന നിയമം. ഇതിൽ ചെറിയ പോരായ്മകളും അപാകതകളൊക്കെ ഉണ്ട്. അത് പരിഹരിക്കാൻ കേരള ഗവൺമെന്റ് നിരന്തരം കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് കഞ്ചാവ് പോലുള്ള മയക്കുമരുന്നിന് ചെറിയ അളവ് എന്ന് പറഞ്ഞിരിക്കുന്നത് 1 കിലോയാണ്. 1 കിലോ വരെ കഞ്ചാവ് കൈവശം വെച്ചാൽ 1 വർഷം ശിക്ഷയും 10,000 രൂപ പിഴയാണ് ഈ നിയമത്തിൽ പറയുന്നത്. അത് എടുത്തു മാറ്റണം. 1 കിലോയിൽ കൂടുതൽ കൈവശം വെച്ചാൽ 10 വർഷം ശിക്ഷ കിട്ടുള്ളൂ എന്നാണ് നിയമത്തിൽ പറയുന്നത്. അത് അപാകതയാണ്. ആ പോരായ്മ മാറ്റണം എന്ന് പറഞ്ഞ് നിരന്തരം കേരള പോലീസിന്റെ DGPയും എക്സൈസ് കമ്മീഷണറും കേരള ഗവൺമെന്റും എക്സൈസ് വകുപ്പ് മന്ത്രിയെല്ലാം നിരന്തരം കേന്ദ്ര ഗവൺമെന്റിലേക്ക് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അത് മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് ഭാവിയിൽ അത് ഭേദഗതി വരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇത്തരെല്ലാം പോരായ്മകൾ ഉണ്ടെങ്കിലും ഈ നിയമം ഈ പറഞ്ഞ അർത്ഥത്തിൽ നോക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള മറ്റു നിയമങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ പവർഫുള്ളും കടുത്തതുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഈ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന നല്ലൊരു ശതമാനം ആളുകൾക്കും ഇതിനെക്കുറിച്ച് ABCD അറിയുന്നില്ല. അപ്പൊ ഇതൊരു ട്രെയിനിങ് ക്യാമ്പ് ആണ് എന്ന് ഹാരിസ് സാർ പറഞ്ഞത് കൊണ്ടാണ് നിർബന്ധമായിട്ടും ഒരാൾക്കും അറിയാത്ത ആർക്കും സമൂഹത്തിലെ 99% ഈ രാജ്യത്തെ നിലവിലുള്ള ലഹരി നിയമങ്ങളെക്കുറിച്ചോ മയക്കുമരുന്ന് നിയമങ്ങളെക്കുറിച്ചോ അതിന്റെ ശിക്ഷകളെക്കുറിച്ചോ അറിയുന്നില്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ആദ്യം തന്നെ ഞാൻ ഈ വിഷയം ഇവിടെ അവതരിപ്പിച്ചത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ സ്കൂളുകളിൽ ഒരു ചർച്ചയ്ക്ക് അവസരം കിട്ടുകയാണെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ സ്കൂളിലെ മറ്റു കുട്ടികളോട് നിർബന്ധമായും പറയണം.
അതുപോലെ തന്നെ മറ്റ് പഞ്ചായത്തുകളിൽ സാന്ത്വനം പാലിയേറ്റീവ് കെയർ സെന്ററിലെ വളണ്ടിയേഴ്സ് ഇത്തരം ക്ലാസ്സുകൾ എടുക്കാൻ പോകുന്ന സമയത്തും ഇത്തരം ശിക്ഷകളെ കുറിച്ചും നടപടിക്രമങ്ങളെ കുറിച്ചും വേണം ആദ്യം സംസാരിക്കാൻ എന്ന് ഞങ്ങൾ വിനീതമായിട്ട് ഈ വേദിയിലെ പ്രിയപ്പെട്ടവരോട് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെയാണ് മദ്യവുമായി ബന്ധപ്പെട്ട കേസുകളും വലിയ കുറ്റകൃത്യങ്ങളാണ്. മറ്റ് സ്റ്റേറ്റുകളിലെല്ലാം ജാമ്യം കിട്ടുന്ന കുറ്റങ്ങളായിട്ടാണ് മദ്യവുമായി ബന്ധപ്പെട്ട കേസുകളെ കണക്കാക്കുന്നതെങ്കിൽ കേരളത്തിൽ അത് വധശിക്ഷ വരെ കിട്ടാവുന്ന 10 വർഷം ശിക്ഷയും 1 ലക്ഷം രൂപ പിഴയുമുള്ള കുറ്റങ്ങളായിട്ടാണ് മദ്യവുമായി ബന്ധപ്പെട്ട കേസുകൾ അബ്കാരി നിയമം കണക്കാക്കുന്നത്. വ്യാജമദ്യമോ വിഷമദ്യമോ കഴിച്ച് ആർക്കെങ്കിലും അപകടമോ പരുക്കോ ഏറ്റുകഴിഞ്ഞാൽ ആ പ്രതിക്ക് വധശിക്ഷ കൊടുക്കാൻ കേരള അബ്കാരി നിയമം സെക്ഷൻ 57(2)B കോടതികളോട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കള്ളവാറ്റോ ചാരായവാറ്റോ ചാരായം നിരോധിച്ചിരിക്കുകയാണ്. 1/4/1996 മുതൽ കേരളത്തിൽ ചാരായം നിരോധനമാണ്. ഒരാളും ചാരായം വാറ്റാനോ സൂക്ഷിക്കാനോ വിൽക്കാനോ കടത്താനോ ഉപയോഗിക്കാനോ പാടില്ല എന്നാണ് അബ്കാരി നിയമം 8(1) പറയുന്നത്. 8(2) പ്രകാരം 10 വർഷം ശിക്ഷയും 1 ലക്ഷം രൂപ പിഴയുമാണ് ചാരായവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾക്ക് കേരളത്തിൽ നൽകുന്നത്. ഇതും പലർക്കും അറിയില്ല. പല മേഖലകളിലും ചാരായം വാറ്റിയ ആളുകൾ ഇപ്പോഴും രഹസ്യമായിട്ട് പല വീടുകളിലും ഇത് വാറ്റി വിൽക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുള്ള ശിക്ഷ കടുത്തതാണ് എന്ന് പലർക്കും അറിയാറില്ല. അതുപോലെ തന്നെ മദ്യം ബിവറേജസ് കോർപ്പറേഷനിലൂടെ വിൽക്കുന്നുണ്ട്. പലരും ഞങ്ങളോട് ചോദിക്കാറുണ്ട്, ഗവൺമെന്റ് തന്നെയല്ലേ ഇത് വിൽക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉപയോഗം കൂടുന്നത് എന്ന് പലരും ചോദിക്കാറുണ്ട്. കേരള സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം 20-ലധികം വ്യാജ മദ്യ ദുരന്തങ്ങൾ നടന്നൊരു സംസ്ഥാനമാണ്. നൂറുകണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. നൂറുകണക്കിന് ആളുകൾക്ക് അംഗവൈകല്യം സംഭവിച്ചിട്ടുണ്ട്. വ്യാജമദ്യവും വിഷമദ്യവും വാങ്ങിക്കഴിച്ച് ഇതുപോലുള്ള ദുരന്തങ്ങൾ ഇല്ലാതിരിക്കാനാണ് മദ്യം ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ആളുകൾക്ക് വേണ്ടി ഈ ബിവറേജസ് കോർപ്പറേഷൻ തുറന്നു വെച്ചിരിക്കുന്നത്. അല്ലാതെ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കോ യുവാക്കൾക്കോ വേണ്ടി അല്ല. കടുത്ത നിയന്ത്രണങ്ങൾ അബ്കാരി നിയമത്തിലും പറയുന്നുണ്ട്. മദ്യം ഉപയോഗിക്കേണ്ട ചുരുങ്ങിയ പ്രായം 23 വയസ്സായിട്ടാണ് നിലവിൽ അബ്കാരി നിയമം പറയുന്നത്. അതുപോലെ തന്നെ മദ്യം കൈമാറ്റം ചെയ്യുന്നത് അല്ലെങ്കിൽ വിശേഷ അവസരങ്ങളിൽ മദ്യസൽക്കാരം നടത്തുന്നത് കുറ്റമാണ്. സർക്കാരിന്റെ ലൈസൻസ് ഇല്ലാതെ പെർമിറ്റ് ഇല്ലാതെ കേരളത്തിൽ ആരും ഒരു തുള്ളി മദ്യം സൽക്കാരം നടത്താനോ കൈമാറ്റം ചെയ്യാനോ പാടില്ല എന്ന് നിയമത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പൊതുസ്ഥലത്ത് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഒരാളും ഇത്തരം മദ്യം പരസ്യമായിട്ട് മറ്റുള്ളവർ കാണത്തക്ക രീതിയിൽ ശല്യമുണ്ടാക്കുന്ന രീതിയിൽ ഉപയോഗിക്കാനോ സൂക്ഷിക്കാനോ കടത്താനോ പാടില്ല എന്നും നിലവിലുള്ള അബ്കാരി നിയമം 15C വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് 2 വർഷം വരെ ശിക്ഷയും 5000 രൂപ വരെ പിഴയുമുള്ള കുറ്റമായിട്ടാണ് ഈ നിയമത്തിൽ ഇതിനെ കണക്കാക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് നിയന്ത്രണങ്ങൾ ഈ മേഖലയിൽ ശക്തമാണ്. എന്നിട്ടും ഈ കുറ്റകൃത്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പൊതുജന പങ്കാളിത്തത്തോടുകൂടി ഈ ലഹരിക്കെതിരെ ഒരു യുദ്ധം ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പലരും ഞങ്ങൾ ഇത്തരം ക്ലാസ്സുകൾ എടുക്കാൻ പോകുന്ന സമയത്ത് ഞങ്ങളോട് പറയാറുണ്ട്, ഇങ്ങനെ ക്ലാസ് എടുത്തതുകൊണ്ട് എന്തെങ്കിലും ഗുണം കിട്ടുമോ മാറുമോ എന്ന്. ഒരു കാര്യം ആലോചിക്കുക, സാക്ഷരതാ യജ്ഞം ഇന്ന് കേരളം 100% സാക്ഷരത കൈവന്നത് വാർഡ് തലം മുതൽ വ്യാപകമായിട്ട് ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി സാക്ഷരതാ യജ്ഞം തുടങ്ങിയതോടുകൂടിയാണ് നമ്മുടെ കേരളത്തിൽ എല്ലാവർക്കും എഴുതാനും വായിക്കാനും അറിയാവുന്ന ഒരു സ്ഥിതി വന്നത്. അതുപോലെ തന്നെ കുടുംബാസൂത്രണം എന്നൊരു പദ്ധതി 40 വർഷം മുമ്പ് ഇന്ത്യ ഗവൺമെന്റ് തുടങ്ങിയതാണ്. ടിവിയിലൂടെയും ടെലിവിഷനിലൂടെയും സിനിമയിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയും ചെറിയ കുടുംബം, കുട്ടികൾ 1 മതി 2 മതി എന്ന ആശയം വ്യാപകമായി പ്രചരിച്ചതിന്റെ ഫലമായിട്ടാണ് കേരളത്തിൽ ഇന്ന് ഏത് വീട്ടിൽ പോയാലും 2-3 കുട്ടികളിൽ കൂടുതൽ കാണില്ല. നമ്മുടെയൊക്കെ വീടിൽ 5-10 കുട്ടികളായിരുന്നു. ഇന്ന് അത് കുറയാൻ കാരണം ഈ കുടുംബാസൂത്രണം എന്ന ബോധവൽക്കരണ പരിപാടിയുടെ വിജയമാണ്. അതിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെ പിന്തുണയോട് കൂടിയിട്ട് ലഹരിക്കെതിരെ ഒരു യുദ്ധം ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മുഴുവൻ ജനങ്ങളുടെ പിന്തുണയോട് കൂടിയിട്ട് ലഹരി ഉപയോഗം തെറ്റാണ് എന്നുള്ളൊരു ബോധം അടുത്ത തലമുറയിൽ ഉണ്ടാക്കി നാളത്തെ തലമുറയെങ്കിലും ലഹരി ഇല്ലാത്തൊരു തലമുറയായി വളർത്തി ലഹരി മുക്ത നവകേരളം സൃഷ്ടിക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ വിമുക്തി മിഷന്റെ ലക്ഷ്യം. അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് 14 ജില്ലകളിലും ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്ക് ചികിത്സ നൽകുന്നതിന് ലഹരി വിമോചന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. തൃശ്ശൂർ ജില്ലയ്ക്ക് വേണ്ടിയിട്ടുള്ള ലഹരി വിമോചന കേന്ദ്രം പ്രവർത്തിക്കുന്നത് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലാണ്. ഈ കഴിഞ്ഞ 4 വർഷം കൊണ്ട് മുതിർന്നവരും കുട്ടികളും യുവതി യുവാക്കളും വിദ്യാർത്ഥികളടക്കം
790 പേർക്ക് ഇന്ന് വരെ ചികിത്സ കൊടുത്ത് അവരെ നല്ല ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വിമുക്തി മിഷന്, കേരള ഗവൺമെന്റിന്, എക്സൈസ് വകുപ്പിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യവും ഈ അവസരത്തിൽ നിങ്ങളെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അത്തരം സേവനം ആവശ്യമുള്ളവർ 144-05 എന്ന കേരള ഗവൺമെന്റിന്റെ ലഹരി സംബന്ധമായ ട്രീറ്റ്മെന്റിനും കൗൺസിലിങ്ങിനും ആവശ്യമുള്ള സേവനം ആവശ്യമുള്ളവർ 144-05 എന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ കേരളം മുഴുവൻ 14 ജില്ലകളിലും ഏർപ്പെടുത്തിയിട്ടുള്ള ഈ ചികിത്സയും കൗൺസിലിങ്ങും സൗജന്യമായി ലഭിക്കുന്നതാണ്. ആ സേവനം ആവശ്യമുള്ളവർ 144-05 എന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ ആ സേവനം ലഭിക്കും. ഒരു നമ്പർ കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഇത്രയും നേരം ഇതിന്റെ നടപടിക്രമങ്ങളെ കുറിച്ചും ശിക്ഷകളെ കുറിച്ചും ഞാൻ പറഞ്ഞു. ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കാൻ പറ്റും. ലഹരി സംബന്ധമായ ഒരു പരാതി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ധൈര്യപൂർവ്വം കേരള ഗവൺമെന്റിന്റെ ലഹരി സംബന്ധമായ പരാതികൾ അറിയിക്കാനുള്ള മൊബൈൽ ടോൾ ഫ്രീ നമ്പറിലേക്ക് 24 മണിക്കൂറും ധൈര്യപൂർവ്വം നിങ്ങൾക്ക് വിളിച്ചു പറയാം. ഈ കോവിഡ് സമയത്താണ് ആ നമ്പർ പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് സമൂഹത്തിൽ പലരും അത് അറിഞ്ഞിട്ടില്ല. അത് പ്രചരിപ്പിക്കുക എന്നുള്ളത് കൂടി ഞങ്ങളുടെ ഈ ക്ലാസിന്റെ ഉദ്ദേശമാണ്. കേരള ഗവൺമെന്റ് ഒരു മൊബൈൽ ടോൾ ഫ്രീ നമ്പർ ഈ അടുത്ത കാലത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആരെങ്കിലും കള്ളവാറ്റോ, ചാരായവാറ്റോ, മദ്യവിൽപ്പനയോ, കഞ്ചാവോ, ഹാൻസോ, പാൻ മസാലയോ, പെട്ടിക്കടകളിലോ, പലചരക്കടകളിലോ എവിടെയെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, വിൽക്കുന്നുണ്ടെങ്കിൽ, സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ, കടത്തുന്നുണ്ടെങ്കിൽ, അതിനുവേണ്ട സഹായം ചെയ്യുന്നുണ്ടെങ്കിൽ ധൈര്യപൂർവ്വം ഈ മൊബൈൽ ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ചു പറയാം. ഇത് സാക്ഷാൽ DGPയുടെ എക്സൈസ് കമ്മീഷണറുടെ ഔദ്യോഗിക മൊബൈൽ നമ്പറാണ്. പലരും പറയാറുണ്ട്, മൊബൈലിൽ പരാതിപ്പെട്ട ഞങ്ങളുടെ മൊബൈൽ നമ്പറും പേരും മേൽവിലാസം പുറത്തറിയില്ലേ, പിന്നെ ഞങ്ങൾക്ക് സൗകര്യത്തോടെ ജീവിക്കാൻ പറ്റുമോ, ബുദ്ധിമുട്ടാവില്ലേ എന്ന് പലരും ഞങ്ങളോട് ചോദിക്കാറുണ്ട്. ഇത് സാക്ഷാൽ DGPയുടെ ഔദ്യോഗിക മൊബൈൽ നമ്പറാണ്. ഇത് വിളിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ ഓഫീസിൽ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമിലാണ് ഈ പരാതി പോവുക. പരാതി കിട്ടിയ ഉടൻ തന്നെ വാട്സപ്പിലൂടെ അതാത് ജില്ലാ മേധാവികൾക്ക് വാട്സപ്പിലൂടെ പരാതി കൈമാറും. 24 മണിക്കൂറിനുള്ളിൽ പരാതി ഉള്ള സ്ഥലത്ത് എക്സൈസോ പോലീസോ റെയ്ഡ് ചെയ്തിരിക്കുമെന്ന് ഈ അവസരത്തിൽ എനിക്ക് നിങ്ങൾക്ക് ഉറപ്പു നൽകാൻ കഴിയും. ആ മൊബൈൽ നമ്പർ ഇതാണ്: 944-717-8000. ഒന്നുകൂടെ പറയാം: 944-717-8000. ഇതിന്റെ കൂട്ടത്തിലൊരു സന്തോഷ വാർത്ത കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ നമ്പറിൽ 944-717-830 എന്ന ഈ നമ്പറിൽ നിങ്ങൾ പരാതിപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ എവിടെയെങ്കിലും എക്സൈസോ പോലീസോ ലഹരി സംബന്ധമായ വലിയ വലിയ കേസുകളാണ് കണ്ടുപിടിക്കപ്പെടുന്നതെങ്കിൽ പരാതി പറയുന്ന ആൾക്ക് കേരള സർക്കാർ 2 ലക്ഷം രൂപ വരെ പാരിതോഷികം നൽകുന്നുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എന്റെ സുഹൃത്തുക്കളായ സണ്ണിയും ജോസഫും ലത്തീഫും ഇവിടെ എത്തിയിട്ടുണ്ട്. വളരെ രസകരമായിട്ട് ജില്ല മുഴുവൻ ക്ലാസ് എടുത്ത് ബോധവൽക്കരണം നടത്തുന്ന ആളുകളാണ്. സണ്ണിയെല്ലാം ജോസഫ് എല്ലാം പാട്ടുപാടി സദസ്സിനെ കയ്യിലെടുത്ത് വളരെ രസകരമായിട്ട് ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന ആളുകളാണ്. ഞാൻ ഇത്ര നേരം നിയമത്തെ പറഞ്ഞത് എന്നേക്കാൾ ജോസഫ് ഒരു റിക്വസ്റ്റ് നൽകിയിരിക്കുകയാണ്. ഞാൻ ഈ 2 ലക്ഷം രൂപ പാരിതോഷികം കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ അത് പലർക്കും അതൊരു വിശ്വാസക്കുറവ് പോലെ പലരുടെ മുഖത്തും തോന്നി. ഇതൊക്കെ കിട്ടുമോ സാറേ, അത് സത്യമാണോ എന്നുള്ളത്. അപ്പൊ ജോസഫ് എൻ്റെ അടുത്തൊരു അനുഭവം പറയാൻ പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ടിട്ട് കേരളത്തിലെ ഏറ്റവും വലിയ മയക്കുമരുന്ന് കേസ് കണ്ടുപിടിച്ച ഉദ്യോഗസ്ഥൻ ഞാനാണ് എന്ന് പറയുന്നതിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട്. പക്ഷെ വളരെ കുറച്ചുപേരെ കൈയടിച്ചുള്ളൂ. ഹരീഷ് സാറോട് ഇന്ന് നല്ല ശബ്ദത്തിൽ കൈയടിച്ചു. ബാക്കി ഞാൻ നിങ്ങളെ കുറ്റം പറയില്ല. നമ്മൾ പൊതുവെ ഇന്ത്യക്കാര് നെഗറ്റീവ് DNA ഉള്ള ആളുകളാണെന്നാ പറയുക. നമ്മുടെ DNA എല്ലാം നെഗറ്റീവ് ആണ്. ഒരു ഇന്ത്യക്കാരൻ വേറൊരു ഇന്ത്യക്കാരനെ നല്ലത് പറയില്ല, പ്രോത്സാഹിപ്പിക്കില്ല, കൈയടിക്കില്ല. പക്ഷെ കുറ്റം പറയാൻ ഒരു അവസരം കിട്ടിയാൽ ഇപ്പൊ തന്നെ പറയും, ഇയാൾ ഏറ്റവും വലിയ മയക്കുമരുന്ന് കേസ് കണ്ടുപിടിക്കുന്ന ഉദ്യോഗസ്ഥനാണ്, ഈ മൈക്കിലൂടെ വിളിച്ചു പറയേണ്ട വല്ല ആവശ്യമില്ല. ഇയാളൊരു സംഭവമാണെന്ന് പറയാൻ വേണ്ടി മനഃപൂർവ്വം ഇവിടെ പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ടാണ് ആരും കൈയടിക്കാതിരുന്നത്. പൊതുവെ നമ്മുടെ ഇന്ത്യക്കാരുടെ നെഗറ്റീവ് സ്വഭാവം കാണിക്കുന്നതിന് APJ അബ്ദുൽ കലാം, ഇന്ത്യ കണ്ട മഹാനായ പ്രസിഡന്റായ APJ അബ്ദുൽ കലാം കുട്ടികളോട് ഒരു കഥ പറയാറുണ്ട് ഇന്ത്യക്കാരുടെ നെഗറ്റീവ് സ്വഭാവം കാണിക്കുന്നതിന്. ആ കഥ ഇതാണ്: അമേരിക്കയിലെ ഒരു മീൻ കച്ചവടക്കാരൻ
ഇന്ത്യയിൽ ഒരു മീൻ കച്ചവടക്കാരനെ മൊബൈലിൽ വിളിച്ച് ഒരു ഓർഡർ കൊടുക്കുക. എന്താ ഓർഡർ അറിയോ? ജീവനോടെ കുറെ കടൽ ഞണ്ടുകൾ പിടിച്ച് അമേരിക്കയിലേക്ക് കയറ്റിവിടാൻ. കടൽ ഞണ്ട് കണ്ടിട്ടില്ലേ? 1/2 കിലോ 1 കിലോ വെയിറ്റുള്ള മാംസമുള്ള കടൽ ഞണ്ടുകൾ ലോകത്തെല്ലാവർക്കും ഇഷ്ടമാണ്, പ്രത്യേകിച്ച് അമേരിക്കക്കാർക്ക്. പക്ഷെ അമേരിക്കക്കാർക്ക് ഒരു പ്രത്യേകതയില്ല. അവര് മീൻ വാങ്ങാൻ മാർക്കറ്റിൽ പോയാൽ മത്തിയോ അയിലയോ ഞണ്ടോ വാങ്ങാൻ പോയാൽ ജീവനോടെ ഇങ്ങനെ പിടയ്ക്കണം. നമ്മളെ പോലെ ചത്തതും പഴകിയതും നാറിയതും അമേരിക്കക്കാരൻ വാങ്ങി കഴിക്കില്ല. അപ്പൊ അതുകൊണ്ട് അമേരിക്കൻ മീൻ കച്ചവടക്കാരൻ പറഞ്ഞു, സുഹൃത്തെ, ഈ ഞണ്ടൊക്കെ പിടിച്ച് കപ്പലിൽ കയറ്റി വിട്ടോ, ചത്തിട്ടാണ് അവിടെ എത്തുന്നതെങ്കിൽ അതേ കപ്പലിൽ ഇന്ത്യയിലേക്ക് തിരിച്ചുവിടുമെന്ന് പറഞ്ഞു. ഇന്ത്യൻ മീൻ കച്ചവടക്കാരൻ തൊഴിലാളികളെ വിട്ട് കടലിൽ വിട്ട് ജീവനോട് ഈ കടൽ ഞണ്ടുകളെല്ലാം പിടിച്ച് വലിയ ഡ്രമ്മുകളിൽ വെള്ളം നിറച്ച് ജീവനോട് അതിൽ വെച്ചു. ഡ്രമ്മിന്റെ അടപ്പൊന്നും അടക്കാതെയാണ് ഈ കപ്പൽ അമേരിക്കയിലേക്ക് യാത്ര ചെയ്തത്. എന്തുകൊണ്ടാണ് അടയ്ക്കാതിരുന്നത്? ഓക്സിജൻ കിട്ടാൻ വേണ്ടി. ഡ്രമ്മ് അടച്ചു കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോഴേക്കൊക്കെ ചാവും. ഈ കപ്പൽ ഇതാ 25 ദിവസം കടലിലൂടെ യാത്ര ചെയ്ത് അമേരിക്കൻ തുറമുഖത്തെത്തി. അമേരിക്കൻ മീൻ കച്ചവടക്കാരൻ കപ്പലിൽ വന്ന് ഡ്രമ്മിന്റെ അടുത്ത് വന്ന് നോക്കി പറയുക, വാട്ട് എ അസ്റ്റോണിഷിംഗ് ഫാക്ട് ഇറ്റ് ഈസ്. ഐ കാൺട്ട് ബിലീവ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരൊറ്റ ഞണ്ടും ചത്തിട്ടില്ല, രക്ഷപ്പെട്ടിട്ടില്ല. ഈ ഓപ്പൺ ആയിട്ടാണ് 25 ദിവസം ഈ കപ്പൽ കടലിലൂടെ യാത്ര ചെയ്ത് അമേരിക്കൻ തുറമുഖത്തെത്തിയത്. എങ്ങനെ ഈ മഹാത്ഭുതം സംഭവിച്ചു എന്ന് ഇന്ത്യൻ മീൻ കച്ചവടക്കാരോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇന്ത്യൻ മീൻ കച്ചവടക്കാരൻ ഒരു മറുപടി പറയുന്നുണ്ട്, സർ, ഇത് ഇന്ത്യൻ കടൽ ഞണ്ടുകളാണ്. ഈ ഡ്രമ്മിന്റെ അടിയിൽ നിന്നൊരു ഞണ്ട് രക്ഷപ്പെടാൻ മേലെ എത്തിയാൽ തൊട്ട് താഴെയുള്ള കടൽ ഞണ്ട് അതിനെ വലിച്ച് താഴെയിടും. ഒരാളെയും നന്നാവാനും രക്ഷപ്പെടാനും വിടില്ല എന്നുള്ള ഇന്ത്യക്കാരുടെ സ്വഭാവം ഇന്ത്യയിലെ ഞണ്ടുകൾക്ക് വരെ ഉണ്ട് എന്നാണ് APJ അബ്ദുൽ കലാം കുട്ടികളോട് പറഞ്ഞു കൊടുത്ത കഥ. അങ്ങനത്തെ ഞണ്ടുകൾ ഇവിടെ ഇരിക്കുന്നുണ്ടോ എന്നാണ് എന്റെ സംശയം. ഞാൻ തമാശയായി പറഞ്ഞാണ്. നല്ല മിടുക്കന്മാരും മിടുക്കികളുമാണ്. പ്രത്യേകിച്ച് ഇങ്ങനെയൊരു ക്ലാസ്സിൽ നിങ്ങൾ ഇവിടെ എത്തിയത് തന്നെ നിങ്ങളുടെ മുമ്പിൽ ഒരു ബിഗ് സല്യൂട്ട് മക്കളെ. കാരണം ഇന്ന് ലോകത്തിന് ആവശ്യമുള്ള ഒരു വിഷയമാണിത്. ഇതാണ് നമ്മൾ പ്രചരിപ്പിക്കേണ്ടത്. 10 പേർ കൂടുന്നിടത്ത് നിർബന്ധമായും ലഹരിയെക്കുറിച്ച് സംസാരിക്കണം എന്നാണ് ആരാധ്യനായ കേരള മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ മഹത്തായ പരിപാടിയിലേക്ക് നിങ്ങൾ വന്ന ഞങ്ങൾ നമിക്കുന്നു. അപ്പൊ ഈ വിഷയം ജസ്റ്റ് ജോസഫ് ജി പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഞാൻ പറഞ്ഞു, ഈ കേസ് കേരളത്തിലെ ഏറ്റവും വലിയ മയക്കുമരുന്ന് കേസിനെ കുറിച്ച് ഭയങ്കര സംഭവമാണ് ഞാനിന്നിപ്പോ ഇവിടെ പറഞ്ഞു. ഞാൻ സംഭവമല്ല, ഞാൻ വട്ടപൂജ്യമാണ് ഈ കേസ് കണ്ടുപിടിച്ചതിൽ. പണ്ട് ബാലരമയിലെ ശിക്കാരി ശംഭുവിന്റെ കഥ നമ്മൾ വായിച്ചിട്ടുണ്ടാവും. ചക്ക വീണപ്പോ അബദ്ധത്തിൽ മുഴുവൻ ചത്തു. അതുപോലത്തെ റോളെ എനിക്ക് ഈ കേസിലുള്ളൂ. 2021 ഏപ്രിൽ മാസം 20-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് പാലക്കാട് ജില്ലയിലെ ഒരാൾ, അയാളുടെ പേരിപ്പോഴും ഞങ്ങൾക്കറിയില്ല, ഈ നമ്പറിൽ 9447178330 എന്ന നമ്പറിൽ ഒരു പരാതി വിളിച്ചു പറയും. എന്താ പരാതി അറിയോ? KA01T 7142 അശോക് ലൈലൻ ടോറസ് ലോറി എറണാകുളത്ത് തേയില കയറ്റി ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണം പോയിട്ടുണ്ട്. തേയില ഇറക്കി തിരിച്ച് എറണാകുളത്തേക്ക് വരുന്നുണ്ട്. വണ്ടി കാലിയാണ്. പ്ലാറ്റ്ഫോമിൽ രഹസ്യ അറയുണ്ടാക്കി മയക്കുമരുന്ന് ഒളിപ്പിച്ചാണ് വരുന്നത്. 3 പേർ വണ്ടിയിലുണ്ട്. വണ്ടി 8 മണിയോടുകൂടി വാളയാർ ഹൈവേ പാസ് ചെയ്യും. ഇതാണ് പരാതി. ഈ പരാതി ഞാൻ പറഞ്ഞു, ഈ നമ്പറിൽ വിളിച്ചാൽ തിരുവനന്തപുരത്തെ DGPയുടെ കൺട്രോൾ റൂമിൽ പരാതി പോകുന്നു. അവിടുത്തെ DGPയുടെ കൺട്രോൾ റൂമിൽ പോലീസുകാരൻ പരാതി എഴുതി DGPക്ക് കാണിച്ചു കൊടുത്തു. DGP നോക്കിയപ്പോ വാളയാർ പാലക്കാട് ജില്ല. ഉടനെ വാട്സപ്പിലൂടെ പാലക്കാട് എക്സൈസ് ജില്ലാ മേധാവിക്ക് കൈമാറി. 2:15 പാലക്കാട് എക്സൈസ് ജില്ലാ മേധാവിയുടെ വാട്സപ്പിൽ പരാതി എത്തി. പാലക്കാട് എക്സൈസ് ജില്ലാ മേധാവി വാട്സപ്പിൽ പരാതി നോക്കിയപ്പോ വാളയാർ പാലക്കാട് താലൂക്കിൽപ്പെട്ട സ്ഥലമാണ്. നല്ല കാലത്തിനോ കഷ്ടകാലത്തിനോ ആ സമയത്ത് പാലക്കാട് താലൂക്കിന്റെ സർക്കിൾ ഇൻസ്പെക്ടർ PK സതീഷ് എന്ന ഞാനായിരുന്നു. പരാതി എനിക്ക് 2:25 അന്വേഷിക്കാനായി കിട്ടി. വണ്ടി 8 മണിക്ക് വരുമെന്നാണ് പരാതിയിൽ പറഞ്ഞത്. ഞാൻ 6 മണിക്ക് തന്നെ, ഞാൻ ഇതേപോലെ മഫ്തിയിലായിരുന്നില്ല, യൂണിഫോം ഇട്ട് വാളയാറിൽ എൻ്റെ വണ്ടിയുമായിട്ട് ഞാൻ അവിടെ എത്തി. ഞാൻ അവിടെ എത്തുമ്പോൾ എൻ്റെ പണി വീണ്ടും എളുപ്പം. 2021 ഏപ്രിൽ മാസം 20-ാം തീയതി എന്ന് പറഞ്ഞാൽ 2ാം കോവിഡ് തരംഗം കേരളത്തിൽ ആഞ്ഞടിക്കുന്ന സമയം. ഞാൻ അവിടെ പോകുന്ന സമയത്ത് വാളയാർ അതിർത്തിയിൽ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വാളയാർ അതിർത്തി പാലം, ആ പാലത്തിന്റെ അവിടെ എത്തിയപ്പോൾ തമിഴ്നാട് പോലീസും കേരള പോലീസും കോയമ്പത്തൂരിൽ നിന്ന് വരുന്ന മുഴുവൻ വണ്ടികളും തടഞ്ഞു നിർത്തി കോവിഡ് ഉണ്ടോ RT-PCR ഉണ്ടോ എന്ന് പരിശോധിക്കുക. അപ്പൊ എനിക്ക് പിന്നെ വാഹനം പരിശോധിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ മെല്ലെ ഒരു തണലിലേക്ക് വണ്ടി ഇട്ട് സുഖമായിട്ടിരുന്നു. എന്റെ ലക്ഷ്യം പരാതിയിൽ പറഞ്ഞ KA01T 7142 അശോക് ലൈലൻ ടോറസ് ലോറി. കൃത്യം 7:45 കോയമ്പത്തൂർ ഭാഗത്ത് നിന്ന് ഈ വണ്ടി വരുന്നു. ഞാൻ വണ്ടിയിൽ നിന്ന് ചാടി എഴുന്നേറ്റ് കൈ കാണിച്ചു. 3 പേരും ചിരിച്ചുകൊണ്ടാണ് വണ്ടിയിൽ നിന്ന് താഴെ ഇറങ്ങിയത്. അവർ വിചാരിച്ചു കോവിഡ് ഉണ്ടോ RT-PCR ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി പോലീസ് കൈ കാണിക്കുകയാണെന്ന്. ഈ കോവിഡിന്റെ മറവില്
മയക്കുമരുന്ന് കടത്താനാണ് അവരുദ്ദേശിച്ചത്. പരിശോധന ഉണ്ടാവില്ലല്ലോ. ഞങ്ങൾ തിരിച്ചു കയറി പ്ലാറ്റ്ഫോമിൽ നോക്കിയപ്പോൾ പ്ലാറ്റ്ഫോം കാലിയാണ്. ഒരു ടോർപ്പോയിട്ട് ഇങ്ങനെ മറച്ചിരിക്കുന്നു. അത് എടുത്തു നോക്കിയപ്പോൾ തന്നെ കഞ്ചാവിന്റെ രൂക്ഷഗന്ധം ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. നോക്കിയപ്പോൾ ഈ പ്ലൈവുഡ് കൊണ്ട് രഹസ്യ അറയുണ്ടാക്കി ബോൾട്ട് മുട്ട് മുറുക്കി 320 പാക്കറ്റില് 761 കിലോ മയക്കുമരുന്ന് ഒളിപ്പിച്ചിരിക്കുക. ഞങ്ങളെ ഞെട്ടിത്തെരിച്ചു പോയി. കാരണം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ മയക്കുമരുന്ന് കാണുന്നത്. 100 കിലോയിൽ കൂടുതൽ പാലക്കാട് ജില്ലയിൽ പിടിച്ചിട്ടില്ല. എന്റെ DGP ആ കേസ് കണ്ടുപിടിച്ചതിന് എനിക്ക് നൽകിയ ഗുഡ് സർവീസ് എൻട്രിയിലാണ് കേരള ചരിത്രത്തിൽ ആദ്യമായി ഇത്രയും വലിയ കേസ് കണ്ടുപിടിച്ച ഉദ്യോഗസ്ഥർക്ക് സത്സേവന പുരസ്കാരം നൽകി ആദരിക്കുന്നു എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞ വാക്കുകളല്ല. കേസ് എഴുതി 3 പേരെയും അറസ്റ്റ് ചെയ്തു, വണ്ടി സീസ് ചെയ്തു, 3 പേരെയും മലപ്പുഴ ജില്ലാ ജയിലിലാക്കി. പിറ്റേ ദിവസം 10 മണിക്ക് ഞാൻ എന്റെ ഓഫീസിൽ വന്ന് എന്റെ DGPക്ക് ഞാൻ ഒരു ലെറ്റർ എഴുതി. സർ, ഇന്നലെ കൺട്രോൾ റൂമിൽ നിന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ വാഹനം പരിശോധിച്ചു, 3 പേരെ അറസ്റ്റ് ചെയ്തു, 761 കിലോ മയക്കുമരുന്ന് പിടിച്ചു, ലോറി സീസ് ചെയ്തു. പരാതി പറഞ്ഞ ആളിന് കേരള സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള പാരിതോഷികം നൽകുന്നതിനുള്ള നടപടി ഉണ്ടാവണം. നിങ്ങൾക്കറിയാം, ഇമെയിലിൽ, ഇന്റർനെറ്റില്, കമ്പ്യൂട്ടറിലുള്ള ലെറ്റർ എഴുതിയാൽ 10 മണിക്ക് എഴുതി 10 മണിക്ക് തന്നെ തിരുവനന്തപുരത്ത് DGPയുടെ ഓഫീസിൽ കിട്ടി. അന്നേ ദിവസം വൈകിട്ട് 4 മണിക്ക് DGPയുടെ CA കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് മാഡം എന്നെ വിളിക്കുകയാണ്. 24 മണിക്കൂർ ആയിട്ടില്ല. പാലക്കാട് സർക്കിൾ ഇൻസ്പെക്ടർ PK സതീഷ് അല്ലേ ഈ കേസ് കണ്ടുപിടിച്ചതിൽ ഗവൺമെന്റ് ഹാപ്പിയാണ്. പരാതി പറഞ്ഞ ആളിന് കേരള സർക്കാർ 25,000 രൂപ 2022 ഡിസംബർ വരെ 25,000 ആയിരുന്നു. എക്സൈസ് വകുപ്പ് മന്ത്രിയായിരുന്ന ആരാധനായ MP ഗോവിന്ദൻ മാസ്റ്ററാണ് 25,000 2 ലക്ഷമാക്കി വർദ്ധിപ്പിച്ചത് കേട്ടാ. 2022 മുതൽ 21-ലാണ് ഈ കേസ് പിടിച്ചത്. അന്ന് 25,000 ആയിരുന്നു. 25,000 രൂപ എന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്, ഇതെടുത്ത് അയാൾക്ക് കൊടുക്കാൻ, അയാളുടെ മൊബൈൽ നമ്പർ ഇതാണ് എന്ന് പറഞ്ഞ് എന്നെ വിളിക്കുകയാണ്. DGPയുടെ CA മാഡം, കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് മാഡം. ഞാൻ ആ നമ്പർ എടുത്തു, എന്റെ മൊബൈലിൽ അയാളെ വിളിച്ചു. ഹലോ, ഇന്നലെ പരാതി പറഞ്ഞ ആളാണോ? അതെ, നിങ്ങളുടെ പരാതി ശരിയായിരുന്നു, കേസ് കിട്ടി, ഗവൺമെന്റ് ഹാപ്പിയാണ്, 25,000 രൂപ പാരിതോഷികമുണ്ട്, ഇത് വാങ്ങാൻ എന്റെ മുമ്പിൽ വരണം എന്ന് പറഞ്ഞപ്പോഴേ അപ്പുറത്ത് അയാൾ എന്നോട് എന്താ പറഞ്ഞറിയോ? സാറേ, എന്നെ കൂടെ പിടിച്ച് അകത്തിടാനുള്ള പരിപാടിയാണോ? ആ വേല കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം മൊബൈൽ കട്ട് ചെയ്യാൻ പോയി. പ്രത്യേകിച്ച് എക്സൈസും പോലീസും കേസ് കിട്ടിയ കാശ് തരാമെന്ന് പറഞ്ഞ് ആരും വിശ്വസിക്കുന്നില്ല. ടീച്ചേഴ്സ് ഇവിടെ ഇരിക്കുന്നുണ്ട്, അവരൊക്കെ പറഞ്ഞ പൊതുജനങ്ങൾ വിശ്വസിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, സുഹൃത്തെ, സത്യമാണ്. ഇവിടെ കഴിഞ്ഞ വർഷം ജോസഫ് ജി പറഞ്ഞു, ആരാധ്യനായ ഋഷിരാജ് സിംഗ് സാറ് ഇവിടെ വന്ന് നിങ്ങളോട് സംസാരിച്ചു എന്ന് പറഞ്ഞു. അദ്ദേഹമാണ് ഈ സമ്മാനം ഡിപ്പാർട്ട്മെന്റിൽ ആദ്യമായിട്ട് നടപ്പിലാക്കിയത്. കേസിന് വിവരം തരുന്ന ആളുകൾക്ക് 5,000 10,000 പ്രോത്സാഹന സമ്മാനം കൊടുക്കുന്ന രീതി അദ്ദേഹം തുടങ്ങി വെച്ചതാണ്. അപ്പോൾ ഇത് സത്യമാണ് സുഹൃത്തെ, നിങ്ങളിത് വാങ്ങിയില്ലെങ്കിൽ ഞാനിത് ചലാൻ എഴുതി ട്രഷറി കൊണ്ടടിക്കും, സർക്കാരിന്റെ ഖജനാവിലേക്ക് പോകും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എവിടെ വരണം എന്ന് എന്നോട് ചോദിച്ചു. ഇങ്ങനെ പാവറട്ടിയിൽ സാന്ത്വന സ്പർശം പാലിയേറ്റീവ് കെയർ ഒരു ലഹരി വിരുദ്ധ സെമിനാർ നടത്തുന്നുണ്ട്, ഇവിടെ വരൂ, ഈ പൊതുവേദിയിൽ വെച്ച് നിങ്ങൾക്ക് ഈ തുക കൈമാറാമെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? തികച്ചും രഹസ്യമായിരിക്കും. മൂന്നാമതൊരാൾ അറിയരുത്. ഈ പൈസ ആർക്ക് കൊടുത്തു, എവിടെ കൊടുത്തു, എങ്ങനെ ചെലവഴിച്ചു എന്ന് നാളെ AG അക്കൗണ്ടന്റ് ജനറൽ ഓഡിറ്റിന് വരുമ്പോൾ പോലും ചോദിക്കില്ല. കോടതിയിൽ വരെ ചോദിക്കാൻ പറ്റില്ല എന്ന് ഇന്ത്യൻ എവിഡൻസ് ആക്ട് 125 പറയുന്നുണ്ട്. രഹസ്യ വിവരം എവിടെ നിന്ന് കിട്ടി എന്ന് ഒരു വക്കീലും ഒരു കോടതിയും ഒരു ജഡ്ജും പോലീസിനോട് എക്സൈസിനോട് ചോദിക്കാൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് നിയമത്തിൽ. അത്രയ്ക്ക് രഹസ്യമാണ് ഈ കാര്യം. അപ്പൊ അതുകൊണ്ട് തികച്ചും രഹസ്യമായിട്ട് അദ്ദേഹത്തെ വിളിച്ച് ഈ തുക കൈമാറാൻ അയാൾ എന്നോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ അയാളോട് പറഞ്ഞു, ഞാൻ എവിടെ വരണം എന്ന് ചോദിച്ചു അയാൾ. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ പാലക്കാട് ടൗണിലാണ് താമസിക്കുന്നത്, എപ്പോ വന്നാലും എന്നെ കാണാം, ഇങ്ങനെ മീശയൊന്നും ഇല്ലാത്ത ഒരു കറുത്ത പാന്റും ടീഷർട്ടും ഇട്ടിരിക്കുന്ന ഒരാളാണ്, നിങ്ങൾ പാലക്കാട് ടൗണിൽ വന്ന് എന്നെ വിളിക്കൂ എന്ന് പറഞ്ഞു. വൈകിട്ട് 6 മണിക്ക് കോട്ടമൈതാനത്ത് വന്ന് എന്നെ കാണാൻ പറ്റുമെന്ന് അദ്ദേഹം ചോദിച്ചു. വരൂ, കോട്ടമൈതാനത്തേക്ക് കാണാമെന്ന് പറഞ്ഞു. വൈകിട്ട് 6 മണിക്ക് അദ്ദേഹം പാലക്കാട് കോട്ടമൈതാനത്ത് വന്നു. ഞാൻ ATM-ൽ പോയി 25,000 രൂപ എടുത്തു. അദ്ദേഹം എന്നെ വിളിച്ചു, ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി. ഈ കൈ കൊണ്ടാണ് 25,000 രൂപ അദ്ദേഹത്തിന് കൈമാറിയത്. അദ്ദേഹത്തിന്റെ പേര് ചോദിച്ചില്ല, പോസ്റ്റ് ഓഫീസ് ചോദിച്ചില്ല, അച്ഛന്റെ പേര് ചോദിച്ചില്ല, വിദ്യാഭ്യാസം ചോദിച്ചില്ല, ജോലി ചോദിച്ചില്ല. പൈസ വാങ്ങി അയാളുടെ വീട്ടിലേക്കും തിരിച്ച് ഞാൻ എന്റെ ഓഫീസിലേക്കും പോയി. അതോടെ ചാപ്റ്റർ ക്ലോസ്. പരാതിപ്പെടൂ, പാരിതോഷികം. അവർ ദീർഘിപ്പിക്കുന്നില്ല. ഈ 2 നമ്പർ ഈ പരിപാടിക്ക് ശേഷം നിങ്ങൾ നിങ്ങളുടെ ഒരു സുഹൃത്തിനോ വിദ്യാർത്ഥിക്കോ ക്ലാസ്മേറ്റിനോ കൈമാറിയാൽ തന്നെ പാവറട്ടി സാന്ത്വനം പാലിയേറ്റീവ് കെയർ നടത്തിയ മഹത്തായ ഈ പരിപാടി വമ്പിച്ച വിജയമായതായി ഞങ്ങൾ പ്രഖ്യാപിക്കും. നിങ്ങൾ റെഡിയാണോ? താങ്ക് യു.